Hi students. അപ്പോൾ നമ്മൾ ഇത്തവണ നടന്ന JEE Main ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് സെനർ ഡയോഡിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ദ സെനർ ഈസ് 3 വോൾട്ട്. അപ്പോൾ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 3 വോൾട്ട് ആണ്. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് IZ എന്ന് പറയുന്നത് സെനറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ നമുക്കറിയാം സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 3 വോൾട്ട് ആണെങ്കിൽ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും മക്കളെ? സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 3 വോൾട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 കിലോ ഓമിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര തന്നെ ആയിരിക്കും? 3 വോൾട്ട് തന്നെ ആയിരിക്കും. ബിക്കോസ് ദേ ആർ പാരലൽ. ഇതൊരു ലൂപ്പ് മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഈ ലൂപ്പിൽ മൊത്തം EMF 10 വോൾട്ട് ആണ്. അപ്പോൾ ഇവന് 3 വോൾട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവന് കിട്ടുന്നത് എത്ര വോൾട്ട് ആയിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇവന് കിട്ടുന്നത് 7 വോൾട്ട് ആയിരിക്കും അല്ലേ? ഓക്കെ ആണല്ലോ. കാര്യം ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ടാണ്. അപ്പോൾ സെനറിന് അക്രോസ് 3 വോൾട്ട് പോയാൽ ഇവന് അക്രോസ് എത്ര കിട്ടും? 7 വോൾട്ട് കിട്ടും. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ബ്രാഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിലൊരു പാർട്ട് എങ്ങോട്ട് പോയി? സെനർ ഡയോഡിലോട്ട് പോയി. അപ്പോൾ സെനർ ഡയോഡിലോട്ട് പോയത് IZ എന്ന് എടുക്കും. ഒരു പാർട്ട് എങ്ങോട്ട് പോയി? മറ്റേ റെസിസ്റ്ററിലോട്ട് പോയി. ആ സെനർ ഡയോഡിന് പാരലായിട്ടുള്ള റെസിസ്റ്ററിലോട്ട് പോയി. അപ്പോൾ അതിലെ കറണ്ട് നമുക്ക് എന്തെന്ന് എടുക്കാം? I1 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് I = എന്തെന്ന് പറയാം? I1 + IZ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം IZ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I = I1 + IZ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 7 വോൾട്ട് ആണ് അല്ലേ? അവിടുത്തെ റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്. 1 കിലോ ഓമിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1000 അല്ലേ? 1000 എന്നെഴുതാം. കാര്യം കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 7 ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ആണ്. അടുത്ത I1 എത്രയാണ്? I1 എന്ന് പറയുന്നത് അവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് 3 ആണ്. അവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് 3 ആണ്. I1 ഇവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് 3 ആണ്. അവൻ്റെ റെസിസ്റ്റൻസ് 2 കിലോ ഓം ആണ്. അപ്പോൾ 2 കിലോ ഓമിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 കിലോ ഓം ക്യാൻ ബി റിട്ടൺ ആസ് 2000 പ്ലസ് എന്തെന്ന് എഴുതാം മക്കളെ? പ്ലസ് IZ എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഈ കറണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കറണ്ട് 7 മില്ലി ആംപിയർ എന്നാണ് കിട്ടുന്നത്. ദെൻ ഈ കറണ്ട് നോക്കുവാണെങ്കിൽ ഈ കറണ്ട് 1.5 മില്ലി ആംപിയർ എന്നാണ് കിട്ടുന്നത്. പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? പ്ലസ് IZ എന്ന് പറയുന്നത് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് IZ = ചെയ്ത് നോക്കുവാണെങ്കിൽ IZ = 5.5 മില്ലി ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ IZ-ൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ IZ = 5.5 മില്ലി ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ ആണല്ലോ മക്കളെ? നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ വയർ വേരീസ് വിത്ത് ദ ടൈം. I = I0 + βt ആണ്. I0 20 ആണ്. ബീറ്റ എന്ന് പറയുന്നത് 3 ആംപിയർ പെർ സെക്കൻഡ് ആണ്. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ക്രോസ്ഡ് ത്രൂ ദ സെക്ഷൻ ഓഫ് വയർ ഇൻ 20 സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കണം. പറയല്ലേ കറണ്ട് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? കറണ്ട് ഈസ് ഗിവൺ ആസ് I = I0 + βt എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കറണ്ട് ഈസ് ഗിവൺ ആസ് കറണ്ട് I = I0 + βt. സോ I = I0 എത്രയാണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് മക്കളെ? I0 ഈസ് ഗിവൺ ആസ് 20. അപ്പോൾ I0 ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. I0 ഈസ് ഗിവൺ ആസ് 20. ബീറ്റ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ബീറ്റ ഈസ് ഗിവൺ ആസ് 3. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്തെന്ന് ചോദിച്ചാൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I = 20 + 3t എന്നാണ്. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്തെന്ന് ചോദിച്ചാൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I = 20 + 3t. നമുക്ക് ചാർജാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഐക്ക് നമ്മൾ എന്ത് കൊടുക്കാം മക്കളെ? I = dq/dt എന്ന് കൊടുക്കാം അല്ലേ? എന്നിട്ട് ആ dt-നെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ ദാറ്റ് ഈസ് dq = 20 dt പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? 3t dt എന്ന് പറയുന്നത് കിട്ടും മക്കളെ. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. I ഈസ് റിട്ടൺ ആസ് dq/dt. അതിനെ നമുക്ക് dq/dt എന്ന് എഴുതാം. എന്നിട്ട് dt അപ്പുറത്തെ സൈഡിലേക്ക് പറഞ്ഞു വിടാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് Q ആണ്. അപ്പോൾ Q ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? Q ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ dq അല്ലേ? Q ആണ് വേണ്ടത്. അപ്പോൾ Q ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ dq. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 20 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് വരും. അപ്പോൾ ഇത് 20 ഇൻ്റഗ്രൽ dt എന്ന് പറയുന്ന വരും. അപ്പോൾ 20 ഇൻ്റഗ്രൽ dt എന്ന് പറയുന്ന വരും. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 3യും പുറത്ത് വരും. 3 ഇൻ്റഗ്രൽ എന്തെന്ന് വരും? ഇൻ്റഗ്രൽ t dt എന്ന് പറയുന്ന വരും.
ഇനി ടൈമിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 20 ആണ്. ടൈമിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ മക്കളെ? ടൈമിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 20 ആണ്. കാര്യം 20 സെക്കൻഡിൽ ഫ്ലോ ചെയ്ത കറണ്ടാണെന്ന് ചാർജാണ് നമുക്ക് കണ്ടുപിടിക്കട്ടെ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു ആ പറഞ്ഞ ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്ന ടി ആണ്. ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്താൽ എത്ര എന്ന് കിട്ടും? ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്താൽ 20 എന്ന് പറയുന്നത് കിട്ടും. പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ടി സ്ക്വയർ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്താൽ 400/2 എന്ന് പറയുന്നത് കിട്ടും. ഇൻ്റഗ്രൽ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ അത് 400/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് എത്ര എന്ന് കിട്ടും മക്കളെ? ക്യൂ ഈസ് ഈക്വൽ ടു പറഞ്ഞേ 20 × 20 എന്ന് പറയുന്ന 400 ആണ്. അപ്പോൾ 400 പ്ലസ് എത്ര എന്ന് കിട്ടും? 400 പ്ലസ് 600 എന്ന് പറയുന്നത് കിട്ടും. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 1000 കൂളംബ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ക്യൂവിൻ്റെ ആൻസർ നോക്കുവാണെങ്കിൽ അഥവാ ക്യൂവിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 കൂളംബ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്ര മക്കളെ കിട്ടുന്നത്? ക്യൂവിൻ്റെ വാല്യൂ 1000 കൂളംബ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ നോക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ 2 ആണ്. മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനാണ്. ഐ തന്നിട്ടുണ്ട്. ഐന്ന് ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഐ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ സോൾവ് ചെയ്ത് വന്നാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു 1000 കൂളംബ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ കാപ്പിലറി ട്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഫസ്റ്റ് ഇൻ കോൾഡ് വാട്ടർ ദെൻ ഇൻ ഹോട്ട് വാട്ടർ, ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി സ്മോളർ ഇൻ ഹോട്ട് വാട്ടർ. പറയല്ലേ കാപ്പിലറി റൈസിന്റെ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ കാപ്പിലറി റൈസിന്റെ ഫോർമുല H ഈസ് ഈക്വൽ ടു 2T കോസീറ്റ ബൈ ആർ റോ ജി എന്നാണ്. ആണേ. അപ്പോൾ H പ്രപ്പോർഷണൽ ടു എന്താ പിള്ളേരെ? H പ്രപ്പോർഷണൽ ടു T ആണ്. അപ്പോൾ H നോക്കുവാണെങ്കിൽ H പ്രപ്പോർഷണൽ ടു T ആണ്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും മക്കളെ? ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും അല്ലേ? ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്ത് ചെയ്യും മക്കളെ? കുറയും. അപ്പോൾ ഹോട്ട് വാട്ടറിലേക്ക് വരുമ്പം ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം കുറയും. If capillary tube is immersed first in cold water then in hot water, height of capillary rise will be smaller in cold water. അല്ല, capillary rise will be smaller in എന്താ മക്കളെ? ഹോട്ട് വാട്ടർ ആണ്. അപ്പോൾ എന്താ? ഹോട്ട് വാട്ടറിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. സർഫസ് ടെൻഷൻ കുറവാണെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഹോട്ട് വാട്ടറിലാണ് ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോൾ ഹോട്ട് വാട്ടറിൽ കാപ്പിലറി റൈസ് കുറവായിരിക്കും. അപ്പോൾ എന്താ മക്കളെ? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ മക്കളെ? ഫോൾസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺവെക്സ് മിറർ ആണ്. അവൻ്റെ റേഡിയസ് 30 സെന്റിമീറ്റർ ആണ്. ഫോംസ് ആൻ ഇമേജ് ദാറ്റ് ഈസ് ഹാഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജെക്ട് ദെൻ ഒബ്ജെക്ട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറയല്ലേ കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എല്ലായ്പ്പോഴും വിർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ? കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എല്ലായ്പ്പോഴും എന്തായിരിക്കും മക്കളെ? വിർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇമേജ് ദാറ്റ് ഹാഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജെക്ട് ഫോംസ് ആൻ ഇമേജ് ദാറ്റ് ഹാഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജെക്ട് ആണ് അല്ലേ? അപ്പോൾ എന്താണ് മക്കളെ? മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കിട്ടും? 1/2 എന്ന് പറയുന്നത് കിട്ടും. വിർച്വൽ ഇമേജ് ആയതുകൊണ്ട് പ്ലസ് 1/2 എന്ന് കിട്ടും. മക്കളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, എന്തുകൊണ്ട് വിർച്വൽ വന്നു? കോൺവെക്സ് മിറർ ആണ്. കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയലും വിർച്വലും ആകാം. കോൺവെക്സ് മിറർ റിയൽ ഒബ്ജെക്റ്റ് ആണെങ്കിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് വിർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ? അപ്പോൾ വിർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. ഹൈറ്റ് ഓഫ് ഇമേജ് ഹാഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജെക്റ്റ് ഹൈറ്റ് 1/2 എന്ന് കിട്ടും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് കിട്ടും. വിർച്വൽ ഇമേജ് ആയതുകൊണ്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ പ്ലസ് 1/2 എന്ന് എടുക്കുന്നു. പറയൂ എന്താണ് മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല? എന്താ മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറയുന്നത്? F/F - U എന്നാണ് അല്ലേ? അപ്പോൾ F/F - U = എന്തെന്ന് കിട്ടും? മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറയുന്നത് F/F - U എന്നാണ്. അപ്പോൾ F/F - U = പ്ലസ് 1/2 അഥവാ 1/2 എന്ന് കിട്ടും. ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ 30 ആണ്. കോൺവെക്സ് മിറർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 30 ആണ്. ഫോക്കൽ ലെങ്ത് 15 ആണ്. കോൺവെക്സ് മിറർ ആയതുകൊണ്ട് പ്ലസ് 15 ആണ്
അപ്പോൾ ഇത് എത്ര തന്നെ കിട്ടും മക്കളെ പ്ലസ് 15 എന്ന് പറയുന്നത് കിട്ടും. മൈനസ് എന്തെന്ന് കിട്ടും മക്കളെ മൈനസ് യു എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും ദാറ്റ്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എത്ര എന്ന് കിട്ടും ഇത് 30 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും 30 ഈസ് ഈക്വൽ ടു 50 മൈനസ് യു എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും യു ഈസ് ഈക്വൽ ടു 50 മൈനസ് 30 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു 50 മൈനസ് 30 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു മൈനസ് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റിയൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം മക്കളെ 15 സെന്റിമീറ്റർ അഥവാ മൈനസ് 15 സെന്റിമീറ്റർ ആയിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ആൻസർ 50 ഇതാണ് അല്ലേ. അപ്പം റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആൻസർ എന്തായാലും ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് വരും. മക്കളെ ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. മക്കളെ ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, രണ്ട് ചാർജ് ഉണ്ട്, 5Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, -2Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ദേ ആർ സിറ്റുവേറ്റഡ് അറ്റ് 3a,0 ആണ് ആൻഡ് -5a,0 ആണ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സ്പിയർ ഓഫ് റേഡിയസ് 4a ഹാവിംഗ് സെന്റേർഡ് അറ്റ് ഒറിജിൻ. പറോക്കളെ അപ്പോൾ ഇതാണ് നമ്മുടെ y ആക്സിസ്, ഇതാണ് നമ്മുടെ x ആക്സിസ് എന്ന് വെച്ച് കൊടുക്കുക. ഒറിജിൻ സെന്റേർഡ് ആയിട്ടുള്ള ഒരു സ്പിയർ അവിടെയുണ്ട്. ആ സ്പിയറിനെ ഞാൻ വരയ്ക്കും. ഇതാണ് ആ സ്പിയർ എന്ന് പറയും. ആ സ്പിയറിന്റെ റേഡിയസ് 4a ആണ്. അപ്പോൾ അവൻ്റെ സെന്റർ എന്ന് പറയുന്നത് എന്താ മക്കളെ ഒറിജിൻ ആണ്. അങ്ങനെയാണെങ്കിൽ സെന്ററിന്റെ കോർഡിനേറ്റ് 0, 0 ആണ്. അവൻ്റെ സെൻറ്റർ ഒറിജിൻ എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ അറ്റ് ഒറിജിൻ എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. സ്പിയറിൻ്റെ സെൻറ്റർ അറ്റ് ഒറിജിൻ ആണ്. പറോക്കളെ അവൻ്റെ റേഡിയസ് 4a ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ ആ പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4a,0 ആയിരിക്കും. ആ പോയിന്റ് കോർഡിനേറ്റ് 4a,0 ആയിരിക്കും. സിമിലർലി ഈ പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -4a,0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ചാർജസ് 5Q ആൻഡ് -2Q സിറ്റുവേറ്റഡ് അറ്റ് 3a,0. 5Q ഇരിക്കുന്നത് 3a,0ലാണ്. അപ്പോൾ 3a,0 എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരത്തുള്ളൂ മക്കളെ. 3a,0 എന്ന് പറയുന്ന പോയിന്റ് അത് 0,0ക്കും 4a,0ക്കും ഇടയ്ക്കേ വരത്തുള്ളൂ 3a,0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ 3a,0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരത്തുള്ളൂ മക്കളെ, അതിനിടയ്ക്കേ വരത്തുള്ളൂ. അപ്പോൾ ആ പോയിന്റിലാണ് ആരിയിരിക്കുന്നത്, ആ പോയിന്റിലാണ് 5Q ഇരിക്കുന്നത്. ഇനി പറോക്കളെ -2Q എവിടെ ഇരിക്കുന്നത് -5a,0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ അതെന്തായാലും എന്തായിരിക്കും മക്കളെ ഇതിന് പുറത്തായിരിക്കും അല്ലേ. അപ്പോൾ -5a,0 എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും -4a-നേക്കാൾ പുറകിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടെയാണ് ആരിയിരിക്കുന്നത്, അവിടെയാണ് മറ്റേ ചാർജ് ഇരിക്കുന്നത്. ആ മറ്റേ ചാർജ് എന്ന് പറയുന്നത് -2Q ആണ്. അപ്പോൾ അവ ഇരിക്കുന്നത് മറ്റേ ചാർജ് എന്ന് പറയുന്നത് -2Q ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്, ഈ സ്പിയറിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ സ്പിയറിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ആണ്. ഇറ്റ് ഈസ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് എന്ന് പറയുന്നത് എത്ര മക്കളെ 5Q ആണ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് 5Q ആണ്. കാര്യം -2Q സ്പിയറിന് ഔട്ട്സൈഡ് ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും മക്കളെ, അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് 5Q/ε0 എന്ന് പറയുന്നത് വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 5Q/ε0 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ 5Q/ε0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി സ്റ്റാർട്ട്സ് മൂവിംഗ് ഫ്രം റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ covers displacement s1 in first p-1 second and displacement s2 in first p second, then displacement s1 plus s2 will be made in a time. പറോക്കളെ അപ്പോൾ എന്താ ഫസ്റ്റ് p-1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം. അപ്പോൾ നമുക്കറിയാം എസിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എസിൻ്റെ ഫോർമുല എന്താ പിള്ളേരെ, s is equal to ut plus half at square. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ u എന്ന് പറയുന്നത് എന്തായി പോകും മക്കളെ 0 ആയി. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം യു എന്ന് പറയുന്ന എന്തായിട്ട് പോകും മക്കളെ, യു എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരെന്താ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് p-1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരമാണ് s1 എന്ന് പറയുന്നത്. അപ്പോൾ s1 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, s1 ഈസ് ഈക്വൽ ടു പറഞ്ഞേ ½ × a × p-1 സെക്കൻഡ്. അപ്പോൾ p-1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അടുത്ത s2 എന്തെന്ന് കിട്ടും മക്കളെ, അപ്പോൾ s2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും, അപ്പോൾ s2 എന്ന് പറയുന്നത് ഫസ്റ്റ് p സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരമാണ് അല്ലേ. അപ്പോൾ s2 എന്ന് പറയുന്ന ഫസ്റ്റ് p സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരമാണ് അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, ½ × a × എന്തെന്ന് കിട്ടും മക്കളെ, ½ × a × p² എന്ന് പറയുന്നത് കിട്ടും മക്കളെ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് s1 + s2 വിൽ ബി മേഡ് ഇൻ എ ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാവണം മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാവണം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് s1 + s2 ആവണം.
അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് S1 പ്ലസ് S2 ആകണം. അതെടുക്കുന്ന ടൈമാണ് വേണ്ടത്. സോ S1 പ്ലസ് S2 ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ S1 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ? അപ്പോൾ S1 നോക്കുവാണെങ്കിൽ S1നെ നമുക്ക് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു പി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അതേ കണക്ക് S2 നോക്കുവാണെങ്കിൽ S2ന് നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി സ്ക്വയർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മക്കളെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പി മൈനസ് 1 സെക്കൻഡിൽ S1 ദൂരം ട്രാവൽ ചെയ്തു, ഫസ്റ്റ് പി സെക്കൻഡിൽ S2 ദൂരം ട്രാവൽ ചെയ്തു അല്ലേ? ഫസ്റ്റ് പി മൈനസ് 1 സെക്കൻഡിൽ S1 ദൂരം ട്രാവൽ ചെയ്തു, ഫസ്റ്റ് പി സെക്കൻഡിൽ S2 ദൂരം ട്രാവൽ ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് S1 പ്ലസ് S2 മേഡ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആരൊക്കെ ക്യാൻസൽ ആവും? അപ്പോൾ എല്ലാത്തിലും ഹാഫ് എ വെച്ചുണ്ട്, അപ്പോൾ ഹാഫ് എ വെച്ചുണ്ട്, അപ്പോൾ എ നമ്മുടെ കയ്യിലില്ല, അപ്പോൾ എ എന്ത് ചെയ്തു പോകും? നെഗ്ലക്ട് ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും മക്കളെ? പി സ്ക്വയർ മൈനസ് 2p പ്ലസ് 1 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു, സോറി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു പി സ്ക്വയർ ഉണ്ട് അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? സോ ദാറ്റ്സ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എത്ര കിട്ടും മക്കളെ? പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2p സ്ക്വയർ ആണ്. അപ്പോൾ 2p സ്ക്വയർ മൈനസ് 2p പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ടി സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അവിടെ നമുക്ക് എന്താ മക്കളെ വേണ്ടത്? നമുക്ക് ടി ആണ് വേണ്ടത്. സോ ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇതിൻ്റെ എന്തെടുത്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ടി കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എത്രയാണെന്ന് കിട്ടും മക്കളെ? ടി കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 2p സ്ക്വയർ മൈനസ് 2p പ്ലസ് 1 എന്ന് പറയുന്നത് കിട്ടും ആണോ? അപ്പോൾ റൂട്ട് ഓഫ് 2p സ്ക്വയർ മൈനസ് 2p പ്ലസ് 1 എന്ന് പറയുന്നത് കിട്ടും. ഇതാണ് ആ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് കമ്പണന്റ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ അറ്റ് പോയിന്റ് 1,2,3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്താ മക്കളെ തന്നിട്ടുള്ളത്? 2x² പ്ലസ് 3y³ പ്ലസ് 2z എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പറമക്കളെ, പൊട്ടൻഷ്യൽ എനർജി 2x² പ്ലസ് 3y³ പ്ലസ് 2z എന്നാണ്. പറമക്കളെ, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സ് അല്ല വേണ്ടത്, ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് മതി. ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ മക്കളെ? മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് വരും അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പറമക്കളെ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x എന്ന് പറയുന്ന വരും. ഇതെന്താ മക്കളെ? ഇവിടെ y ആണ്. ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് y മിസ്സഡും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അടുത്ത ആളുടെ ഡെറിവേറ്റീവ് 0 ആയി പോകും, അതിനടുത്ത ആളുടെ ഡെറിവേറ്റീവും എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ എന്ത് കിട്ടി മക്കളെ? ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് കിട്ടി. ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് -4x ആണ്. ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് -4x ആണ്. ഏത് പോയിന്റിലാണ് വേണ്ടത്? 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിലാണ് വേണ്ടത്. അപ്പോൾ 1, 2, 3 എന്ന് പറയുമ്പം x1 ആണ്. അപ്പോൾ -4 ഇൻറ്റു എന്തെന്ന് കൊടുത്താൽ മതി മക്കളെ? 1 എന്ന് പറയുന്നത് കൊടുത്താൽ മതി. അപ്പോൾ fx -4 എന്ന് കിട്ടും അല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ആൻസർ ഏതെന്ന് നോക്കുവാണെങ്കിൽ ആൻസർ ഓപ്ഷൻ 3 എന്ന് വരും. പറമക്കളെ, അപ്പോൾ യു തന്നിട്ടുണ്ട്. യുവിൽ നിന്ന് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ -du/dr ആണ്. ഇവിടെ XYZ ഫോർമുല തന്നിരിക്കുന്നത്. അപ്പോൾ fx -ഡോ യു ബൈ ഡോ എക്സ്, fy -ഡോ യു ബൈ ഡോ വൈ, fz -ഡോ യു ബൈ ഡോ z. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഈ ക്വസ്റ്റ്യനിൽ ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് -ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഇത് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വൈനെയും ഇസഡിനെയും എന്തായിട്ട് കാണണം മക്കളെ? കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 ആയി പോയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ല, VMI തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ ഇൻ ദ റെസിസ്റ്റൻസ്, മാക്സിമം പെർസെൻറ്റേജ് എറർ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ΔR/R × 100 ആണ് വേണ്ടത് അല്ലേ? ഇപ്പോൾ ΔR/R കണ്ടുപിടിക്കാം. അപ്പോൾ ΔR/R എന്ന് പറയുന്നത് എന്താ മക്കളെ? ΔV/V പ്ലസ് ΔI/I ആണ്. അപ്പോൾ മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ΔR/R എന്ന് പറയുന്നത് ΔV/V പ്ലസ് ΔI/I ആണോ? അപ്പോൾ ΔV/V എന്ന് പറഞ്ഞാൽ ΔV എന്ന് പറഞ്ഞാൽ 5 ആണ്, V എന്ന് പറഞ്ഞാൽ 200 ആണ്. സോ ദാറ്റ് ഈസ് 5/200 ആണ്. പ്ലസ് ΔI എന്ന് പറയുന്നത് 0.2 ആണ്, ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 5/200 പ്ലസ്
2/200 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/200 എന്ന് പറയുന്നത് കിട്ടും അല്ലേ. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 7/200 എന്ന് പറയുന്നത് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ആ വേണ്ടത്. പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ആ വേണ്ടത്. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 7/200 ആണ്. അപ്പോൾ ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു 100 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? 7/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 7/2 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 7/2 എന്ന് പറഞ്ഞാൽ 3.5% ആണ്. അപ്പോൾ 7/2 എന്ന് പറഞ്ഞാൽ 3.5% മക്കളെ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എന്താ മക്കളെ? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാക്സിമം പെർസെൻറ്റേജ് എററാണ് കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാക്സിമം പെർസെൻറ്റേജ് എററാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ മാക്സിമം പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ആൻസർ 3.5% എന്ന് വരും മക്കളെ. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കിയേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ഓഫ് മാസ് 100 kg സ്ലൈഡ്സ് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 10 meter ഓൺ ദ ഹൊറിസോണ്ടൽ സർഫസ്. കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് 0.4 ആണ്. വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താലും മതി അല്ലേ. വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ പറഞ്ഞേ മക്കളെ, ഇവിടെ ഫ്രിക്ഷൻ സ്ലൈഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FK × D × cos θ ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FK × D × cos θ ആണ്. കാര്യം ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ അവൻ സ്ലൈഡ് ചെയ്ത് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെന്നാണ് മീനിങ്. റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ FS cos θ അല്ലെങ്കിൽ FD cos θ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷന്റെ ഫോർമുല എന്താ മക്കളെ? കൈനറ്റിക് ഫ്രിക്ഷന്റെ ഫോർമുല എന്ന് പറയുന്നത് μk × n ആണ്, ഇൻറ്റു D ആണ്, ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? cos θ എന്ന് പറയുന്നത് വരും. പറ മക്കളെ, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? ആ സർഫസിലെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പോൾ അവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.4 ആണ്. നോർമൽ റിയാക്ഷൻ എത്രയാണ്? ബോഡിയുടെ വെയിറ്റ് തന്നെ ആയിരിക്കും നോർമൽ റിയാക്ഷൻ. അപ്പോൾ മാസ് 100 ആണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് 100 × G ആണ്. G ഞാൻ തൽക്കാലം 10 ആയിട്ട് എടുക്കും അല്ലേ. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിസോണ്ടൽ സർഫസ് ആയതുകൊണ്ട് വെയിറ്റ് ഓഫ് ദ ബോഡി തന്നെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എത്ര മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് 10 ആണ് അല്ലേ. കോസ് തീറ്റ എത്ര വരും? ഫ്രിക്ഷൻ ബോഡിയുടെ മൂവ്മെന്റ് എഗൻസ്റ്റ് ആയിരിക്കും. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മൂവ്മെന്റ് എഗൻസ്റ്റ് ആയിരിക്കും. ബോഡി റൈറ്റിലോട്ടാണ് സ്ലൈഡ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് തീറ്റ 180 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഇത് 0.4 ഇൻറ്റു എത്രയാണെന്ന് കിട്ടും? 10, 10, 100. അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 10⁻⁴ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? മൈനസ് cos 180 -1 ആണ്. അപ്പോൾ ഇത് -4000 ജൂൾ എന്ന് പറയുന്നത് കിട്ടും അല്ലേ. അപ്പോൾ ഇതാരാണ്? ഇത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 4000 ജൂൾ ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ് -4000 ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി 4000 ജൂൾ മക്കളെ. അപ്പോൾ ഇതും വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പം ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകണമെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോണം ഫ്രിക്ഷൻ വിൽ ബി കൈനറ്റിക് ഫ്രിക്ഷൻ. ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോണം ഫ്രിക്ഷൻ വിൽ ബി കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ ഫോർമുല μk × n എന്നാണ്. n എത്രയാണെന്ന് ചോദിച്ചാൽ mg ആണ്. ബിക്കോസ് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസിൽ സാധാരണ രീതിയിൽ നോർമൽ റിയാക്ഷൻ എത്ര തന്നെയാണ് മക്കളെ? നോർമൽ റിയാക്ഷൻ mg തന്നെയാണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ ആൻസർ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് -4000 ജൂൾ എന്ന് കിട്ടും മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 40ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇന്റഗ്രൽ B ഡോട്ട് DI = 0. ഇന്റഗ്രൽ B ഡോട്ട് DI = 0 എന്ന് പറഞ്ഞാൽ അതെന്താ മക്കളെ? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. ഇന്റഗ്രൽ B ഡോട്ട് DI = 0 എന്ന് പറയുന്നത് എന്താ മക്കളെ? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. ഇന്റഗ്രൽ E ഡോട്ട് DI = 1/ε0Q എന്ന് പറഞ്ഞാൽ ഗോസസ് ലോ ഫോർ അല്ലെങ്കിൽ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് അല്ലേ. അടുത്ത ഇന്റഗ്രൽ E ഡോട്ട് DL = dφ/dt. അതെന്താ മക്കളെ? ഫാരഡേസ് ലോ അല്ലേ. ഇന്റഗ്രൽ E ഡോട്ട് DL എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ dφ/dt. അപ്പോൾ അതാരാ മക്കളെ? അത് ഫാരഡേസ് ലോ ആണ്. കാര്യം ഇന്റഗ്രൽ E ഡോട്ട് DL എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് EMF ആണ്. EMF എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത് അല്ലേ. അടുത്ത എന്താ മക്കളെ? അപ്പോൾ ലാസ്റ്റ് വൺ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഇന്റഗ്രൽ B ഡോട്ട് DL അല്ലേ. ഇന്റഗ്രൽ B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതെന്താ മക്കളെ? ആംബിയർ മാക്സ്വെൽ ലോ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് 2 പാർട്ടിക്കിൾസ് ഓഫ് സെയിം മാസസ് ആർ ഇൻ ദ റേഷ്യോ 3:4. രണ്ട് പാർട്ടിക്കിളുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1:R2 ആണ്. സോ R1:R2 ഈസ് ഗിവൺ ആസ് വാട്ട്? R1:R2 ഈസ് ഗിവൺ ആസ് 3:4. അപ്പോൾ രണ്ട് പാർട്ടിക്കിളിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് R1:R2.
So R1 is to R2 is given as 3 is to 4. Then in order to have constant centripetal force, അപ്പോൾ രണ്ടുപേരുടെയും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെയും സെക്കൻഡ് ബോഡിയുടെയും എന്ത് സെയിം ആയിരിക്കണം മക്കളെ? സെൻട്രിപിറ്റൽ ഫോഴ്സ് സെയിം ആയിരിക്കും. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഫോർമുല mv²/r എന്നാണ് അല്ലേ? അപ്പോൾ രണ്ടുപേരുടെ മാസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ m×v1² എന്തെന്ന് എഴുതാൻ പിള്ളേരെ? m×v1²/r1 ഈസ് ഈക്വൽ ടു പറഞ്ഞേ m×v2²/r2. മക്കളെ ക്ലിയർ ആണല്ലോ? സോ എമ്മും ഈക്വൽ മാസസ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ v1²/v2² നമുക്ക് കിട്ടും. അപ്പോൾ v1²/v2² എന്ന് പറയുന്നത് r1/r2 എന്ന് പറയുന്നത് കിട്ടും. v1²/v2² എന്ന് പറയുന്നത് r1/r2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ v1/v2 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്തെന്ന് കിട്ടും മക്കളെ? റൂട്ട് ഓഫ് r1/r2 എന്ന് പറയുന്നത് കിട്ടും. v1/v2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് r1/r2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് r1 എന്ന് പറയുന്ന 3 ആണ്, r2 എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3/4 എന്ന് പറയുന്നത് കിട്ടും. ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ റൂട്ട് 3:2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ റൂട്ട് 3:2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാവ് കോയിൽ റെസിസ്റ്റൻസ് 10 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ഫോർ 3 mA. To measure a current of 8 ampere, then the value of shunt used. അപ്പോൾ എന്താ മക്കളെ ഫോർമുല? നമുക്കറിയാം കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്ററിൽ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഫോർമുല എന്ന് പറയുന്നത് IG×G is equal to എന്താ മക്കളെ ഫോർമുല? I minus IG×S എന്നാണ്. ആണോ? IG×G is equal to I minus IG×S ആണ്. where S is the shunt resistance required. IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ആണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 3 mA ആണ്. അപ്പോൾ IG എന്ന് പറയുന്നത് 3 mA ആണ്. അപ്പോൾ 3 mA നമുക്ക് 3 × 10⁻³ എന്ന് എഴുതാം. G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ ഗാൽവനോമീറ്റർ കോയിലിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മക്കളെ? ഗാൽവനോമീറ്റർ കോയിലിന്റെ റെസിസ്റ്റൻസ് 10 എന്ന് തന്നിട്ടുണ്ട്. പറയോക്കളെ ഐയുടെ വാല്യൂ എത്ര മക്കളെ? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. കാര്യം 8 ആംപിയർ കറണ്ടിനെയാണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. IG എന്ന് പറയുന്നത് എന്താ മക്കളെ? IG എന്ന് പറയുന്നത് 3 × 10⁻³ ആണ്. IG എന്ന് പറയുന്നത് 3 × 10⁻³ ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു S എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും? ഇത് 3 × 10⁻² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് 3 × 10⁻² എന്ന് പറയുന്നത് കിട്ടും. പറയോക്കളെ ഇത് നിയർലി ഈക്വൽ ടു എത്ര തന്നെയാണ് മക്കളെ? നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അത് നിയർലി ഈക്വൽ ടു എത്ര തന്നെ എടുക്കുന്നു? 8 തന്നെ എടുക്കുന്നു. അത് നിയർലി ഈക്വൽ ടു എത്ര തന്നെ എടുക്കുന്നു മക്കളെ? 8 തന്നെ എടുക്കുന്നു. അപ്പോൾ 8 × എന്തെന്ന് വരും? S എന്ന് വരും. കാര്യം ഇത് 0.003 ആണ്. അപ്പോൾ 8 - 0.003 നിങ്ങൾക്ക് അറിയാം. അത് നിയർലി ഈക്വൽ ടു 8 ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. സോ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 3/8 × 10⁻² ആണ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 3/8 × 10⁻² ആണ്. ഓക്കെ, അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 3/8 × 10⁻² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? 10⁻³ ആക്കാം. അപ്പോൾ ഇവിടെ എന്താക്കാം മക്കളെ? 30 ആക്കിയാൽ മതി. അപ്പോൾ 30/8 അല്ലേ? 30/8 എന്ന് പറഞ്ഞാൽ 3824.6 60 ആകുമ്പോൾ എന്ത് വരും? 7856. അടുത്ത ഏതാ? 4. അപ്പോൾ 3.75 × 10⁻³ ohm. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ 3.75 × 10⁻³ ohm. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോട്ടോൺ. അതായത് ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറയോക്കളെ. അപ്പോൾ ഫോട്ടോണിന്റെ വേവ് ലെങ്തും ഈക്വൽ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ എന്ന് എടുക്കാം. അതിലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോട്ടോൺ. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് 25% ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദെൻ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം മക്കളെ? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വേണം. പറയോക്കളെ കൈനറ്റിക് എനർജിക്ക് എന്ത് ഫോർമുല കൊടുക്കാം? കൈനറ്റിക് എനർജിക്ക് എന്ത് ഫോർമുല കൊടുക്കാം? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം ½ × എന്തെന്ന് കൊടുക്കാം മക്കളെ? m×v² എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്താൽ ഇതിനെ നമുക്ക് ½ × mv × എന്തെന്ന് എഴുതാം മക്കളെ? mv×v എന്ന് എഴുതാം അല്ലേ? mv എന്ന് പറയുന്ന മൊമെൻറ്റം ആണ്, മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ആണ്. mv എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ആണ്. മൊമെൻറ്റത്തിന് നമുക്ക് എന്തെന്ന് എഴുതാം? h/λ എന്ന് എഴുതാം. കാര്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ ഈസ് ഈക്വൽ ടു h/p ആണ്. അങ്ങനെയാണെങ്കിൽ p ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം പിള്ളേരെ? h/λ എന്ന് എഴുതാം. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു v എന്ന് പറയുന്നത് കിട്ടും. അവിടെയാണ് ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ 25% ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ c/4 ആണ്.
വെലോസിറ്റി ഓഫ് ലൈറ്റ് സി ആണ്, അവൻ്റെ 25% എന്ന് പറഞ്ഞാൽ c/4 ആണ്. അപ്പോൾ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും മക്കളെ? c/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ലാംഡ ഓഫ് ഇലക്ട്രോൺ ലാംഡ തന്നെയാണ്. ഇനി പറ മക്കളെ, എനർജി ഓഫ് ഫോട്ടോൺ പറഞ്ഞേടാ. എനർജി ഓഫ് ഫോട്ടോൺ പറഞ്ഞേ. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് hc/λ അല്ലേ? എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ hν അഥവാ hc/λ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇവന്മാരുടെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെയും എനർജി ഓഫ് ഫോട്ടോണിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെയും എനർജി ഓഫ് ഫോട്ടോണിൻ്റെയും, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, എനർജി ഓഫ് ഫോട്ടോൺ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ അല്ല ഉദ്ദേശിക്കുന്നത്, എനർജി ഓഫ് ഫോട്ടോൺ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് കിട്ടും മക്കളെ? hc/8 ലാംഡ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ hc/8 ലാംഡ എന്ന് കിട്ടും. എനർജി ഓഫ് ഫോട്ടോൺ എത്രയാണെന്ന് കിട്ടും മക്കളെ? hc/λ എന്ന് പറയുന്നത് കിട്ടും. സോ അവരുടെ റേഷ്യോ എടുത്താൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 എന്ന് കിട്ടും. അപ്പോൾ അവരുടെ റേഷ്യോ എടുത്താൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 എന്ന് പറയുന്നത് കിട്ടും. പറോക്കളെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫ്ലക്ഷൻ ഇൻ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഫാൾസ് ഫ്രം 25 division to 5 division when a shunt of 24 ohm is supplied. The resistance of galvanometer coil will be. The deflection in moving coil galvanometer falls from 25 division to 5 division. അപ്പോൾ ആദ്യം ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു. പറോക്കളെ, അപ്പോൾ ആദ്യം ആര് മാത്രമേ ഉള്ളായിരുന്നു? ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്തെന്ന് വെച്ചോളുക. ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്നെന്ന് വെച്ചോളുക. അപ്പോൾ എത്ര? ഗാൽവനോമീറ്ററിൻ്റെ 25 ഡിവിഷൻസ് കാണിച്ചു. ആ കറണ്ട് പാസ് ചെയ്തപ്പം ആ ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 25th ഡിവിഷനിലേക്ക് വന്നു. ഞാൻ അസ്യൂം ചെയ്യുന്നു ഗാൽവനോമീറ്ററിൻ്റെ ഒരു ഡിവിഷൻ കാണിക്കുന്ന കറണ്ട് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ അസ്യൂം ചെയ്യുന്നു ഗാൽവനോമീറ്ററിൻ്റെ ഒരു ഡിവിഷൻ കാണിക്കുന്ന കറണ്ട് എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നു മക്കളെ? എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ 25 ഡിവിഷൻ കാണിച്ച കറണ്ട് എത്ര മക്കളെ? 25 × എക്സ് ആണ്. ഞാൻ അസ്യൂം ചെയ്തു ഗാൽവനോമീറ്ററിൻ്റെ ഒരു ഡിവിഷൻ കാണിക്കുന്ന കറണ്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്ററിനെ 25 ഡിവിഷൻസ് കാണിക്കുന്ന കറണ്ട് 25x ആണ് അല്ലേ? ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ആരെ കണക്ട് ചെയ്തു മക്കളെ? ഒരു ഷണ്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഇതേ കറണ്ട് തന്നെയാണ് പാസ് ചെയ്യുന്നത് കേട്ടോ, അത് നമ്മൾ മറക്കരുത്. ഇതേ കറണ്ട് തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററിന് ഷണ്ടായിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു അല്ലേ? ആ ഷണ്ട് റെസിസ്റ്റൻസ് നമുക്കറിയത്തില്ല. ആ ഷണ്ട് റെസിസ്റ്റൻസ് എസ് എന്ന് വല്ലതും കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് എസ് തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? എസ് എന്ന് പറയുന്നത് 24 ohm എന്ന് തന്നിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ കോയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ജി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതേ കറണ്ട് വീണ്ടും പാസ് ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര പോകും മക്കളെ? ഇങ്ങോട്ടേക്ക് ഐ ജി പോകും. ഇങ്ങോട്ടേക്ക് എത്ര പോകും മക്കളെ? I - IG പോകും അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് ഐ ജി പോകും, ഇങ്ങോട്ടേക്ക് എത്ര പോകും മക്കളെ? I - IG പോകും. പക്ഷേ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇപ്പം ഗാൽവനോമീറ്റർ എത്ര ഡിവിഷനെ കാണിച്ചുള്ളൂ? 25 ഡിവിഷൻ കാണിച്ചുകൊണ്ടിരുന്ന ഗാൽവനോമീറ്റർ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തപ്പോൾ 5 ഡിവിഷനെ കാണിക്കുന്നുള്ളൂ അല്ലേ? അതായത് ഗാൽവനോമീറ്റർ കൂടെ ഇപ്പം പാസ് ചെയ്യുന്ന കറണ്ട് ഐ ജി അല്ലേടാ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? IG = എന്തായിരിക്കും? IG = 5x ആയിരിക്കും അല്ലേ? IG = എത്രയാണ്? 5x. ഐ എത്ര മക്കളെ? ഐ എന്ന് പറയുന്ന 25x ആയിരുന്നു അല്ലേ? ഐ എത്ര ആയിരുന്നു മക്കളെ? ഐ എന്ന് പറയുന്നത് 25x ആയിരുന്നു. അപ്പോൾ അത് 5x ഇങ്ങോട്ടേക്ക് പോയാൽ I - IG എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 20x ആയിരിക്കും. അപ്പോൾ I - IG എന്ന് പറയുന്നത് 20x ആയിരിക്കും. കാര്യം മൊത്തം കറണ്ട് 25x ആണ്. അപ്പോൾ 5x ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകുന്നത് എത്ര മക്കളെ? ഇങ്ങോട്ട് പോകുന്നത് 20x ആയിരിക്കും അല്ലേ? ഇനി ഇത് രണ്ടും ഏത് കണക്ഷനാണ് മക്കളെ? ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം പാരലൽ കണക്ഷൻ്റെ എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് പറ. IG × G. IG എന്ന് പറയുന്നത് 5x ആണ് അല്ലേ? ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു G എന്ന് പറയുന്നത് കിട്ടും. അടുത്തേ I - IG എന്ന് പറയുന്നത് എത്ര മക്കളെ? 20x ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24. മനസ്സിലാ? ഓക്കെ, കാര്യം പിടി കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ പറ ആര് ക്യാൻസൽ ആയിപ്പോവും? എക്സും ക്യാൻസൽ ആയിപ്പോവും. 5ഉം 20ഉം വെട്ടി എത്രയാണെന്ന് കിട്ടും മക്കളെ? 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 24 × 4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 24 × 4 എന്ന് പറഞ്ഞാൽ 96 ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 96 ohm ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 96 ohm ആണ്. മക്കളെ മനസ്സിലായല്ലോ? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, a biconvex lens of refractive index 1.5 has a focal length 20 cm in air. If focal length when immersed in a liquid of refractive index 1.6 will be. പറോക്കളെ, അപ്പോൾ ആദ്യം എന്താ എയറിലെ കേസ്? എയറിൽ ഫോക്കൽ ലെങ്ത് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്?
എയറിൽ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/f അവിടെ 1/20 എന്ന് വരും. പറയോക്കളെ ഇത് മ്യൂ ഓഫ് ലെൻസ് ആണ്. മ്യൂ ഓഫ് ലെൻസ് എത്ര മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 1.5 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 1.5 ആണ്. ആദ്യം എയറിലായിരിക്കുന്നത്. അപ്പോൾ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ μ2 by μ1 - 1 ഇൻറ്റു 1/r1 - 1/r2. അതിന് നമുക്ക് വല്ല കെ എന്ന് കൊടുക്കാം. 1/r1 - 1/r2ന് നമുക്ക് വേണമെങ്കിൽ വല്ല എന്തെന്നും കൊടുക്കാം മക്കളെ? കെ എന്നങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത കേസിൽ ഇതേ ലെൻസ് എവിടേക്കാണ് മുക്കി വെച്ചിരിക്കുന്നത്? ഒരു ലിക്വിഡിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ആണ്. അപ്പോൾ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ആണ്. അപ്പോൾ അവിടുത്തെ ഫോക്കൽ ലെങ്ത് എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അവിടുത്തെ ഫോക്കൽ ലെങ്ത് ഞാൻ എഫ് എന്നങ്ങ് കൊടുക്കുന്നു. അപ്പോൾ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര മക്കളെ? 1.5. ഇപ്പോൾ സറൗണ്ടിങ് മീഡിയം എന്താ? അതിനെ ആ ലിക്വിഡിൽ മുക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ ലെൻസിൻ്റെ സറൗണ്ടിങ് മീഡിയം എന്ന് പറയുന്നത് ദാറ്റ് ലിക്വിഡാണ്. ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര മക്കളെ? ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.6 ആണ്. -1 ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? -1 ഇൻറ്റു കെ എന്ന് പറയുന്നത് കിട്ടും. ഇനി രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് പറ്റും മക്കളെ? ഇത് എഫ് ഡിവൈഡഡ് ബൈ 20 എന്ന് പറയും. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എഫ് ഡിവൈഡഡ് ബൈ 20 എന്ന് വരും അല്ലേ? ഇവിടെ എന്തെന്ന് കിട്ടും മക്കളെ? ഇവിടെ 0.5/1 എന്ന് പറയുന്നത് കിട്ടും. മുകളിൽ 0.5/1 എന്ന് പറയുന്നത് കിട്ടും. താഴെ എന്ത് കിട്ടും? -0.1 ഡിവൈഡഡ് ബൈ 1.6 എന്ന് കിട്ടും. -0.1 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറയുന്നത് കിട്ടും. -0.1 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്തെന്ന് കിട്ടും മക്കളെ? ഇത് f/20 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇത് f/20 എന്ന് പറയുന്നത് കിട്ടും. 0.5/0.1 എന്ന് പറയുന്ന 5 ആണ്. 5 ഇൻറ്റു എന്തെന്ന് കിട്ടും? 5 ഇൻറ്റു 1.6 എന്ന് പറയുന്നത് കിട്ടും. ഇനി നെഗറ്റീവ് സൈൻ അവിടെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ f/20 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? f/20 എന്ന് പറയുന്നത് -8 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ f എന്ന് പറയുന്നത് -160 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ f/20 എന്ന് പറയുന്നത് -8 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് -160 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് -160 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം ആൻ ഒറിജിനൽ സ്റ്റേറ്റ് എ ടു ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബി ബൈ എ ലീനിയർ പ്രോസസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ്സ് വോളിയം ഈസ് ദെൻ റെഡ്യൂസ്ഡ് ടു ഒറിജിനൽ വാല്യൂ ഫ്രം ബി ടു സി by an isobaric process. The total work done by the gas from A to B and B to C would be. Total work done by the gas from A to B and B to C will be. അല്ലേ? അപ്പോൾ എ ടു ബിയിൽ ചെയ്ത വർക്കും കണ്ടുപിടിക്കണം, ബി ടു സിയിൽ ചെയ്ത വർക്കും കണ്ടുപിടിക്കണം. അപ്പോൾ എ ടു ബിയിൽ ചെയ്ത വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? എ ടു ബിയിൽ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമുക്ക് W1 എന്ന് കൊടുക്കാം. അപ്പോൾ എന്തെടുത്താൽ മതി മക്കളെ? ഏരിയ ഓഫ് ദാറ്റ് ട്രപ്പീസിയം എടുത്താൽ മതി. ഏരിയ ഓഫ് ദാറ്റ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അല്ലേ? ഏരിയ ഓഫ് ദാറ്റ് ട്രപ്പീസിയം എന്ന് പറയുന്നത് പറമക്കളെ ഹാഫ് ഇൻറ്റു എന്താണ്? ഇത് എത്ര വരും? ഈ ഹൈറ്റ് എത്ര വരും? ഇത് 8000 എന്ന് വരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. 8000 ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈൻ എന്ന് പറഞ്ഞാൽ 10⁻⁻5 ന്യൂട്ടണാണ്. ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 10⁻⁻1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മാറ്റണം അല്ലേ? അപ്പോൾ 8000 ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 800 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 8000 ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8000 ഇൻറ്റു 10⁻⁻1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ 800 വരത്തുള്ളൂ അല്ലേ? അപ്പോൾ അത് 800 വരും. അത് 800 വരും. പറമക്കളെ ഇത് എത്ര വരും? ഈ ട്രപ്പീസിയത്തിന് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്ന 400 വരത്തുള്ളൂ. 4000 ആണെങ്കിലും 400 വരത്തുള്ളൂ. വോളിയത്തിൻ്റെ യൂണിറ്റ് പ്രശ്നമില്ല. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിലാണ്. അപ്പോൾ ബേസ് ഓഫ് ദ ട്രപ്പീസിയം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ബേസ് ഓഫ് ദ ട്രപ്പീസിയം എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിലെ വർക്ക് ഡൺ കിട്ടി. അപ്പോൾ ആദ്യത്തെ കേസിലെ വർക്ക് ഡൺ കിട്ടി. വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 2400 ജൂൾ എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിലെ വർക്ക് ഡൺ കിട്ടി. ആദ്യത്തെ കേസിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 2400 ജൂൾ എന്ന് പറയുന്നത് കിട്ടും. എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ഡൺ എന്ത് തന്നെയാണ് മക്കളെ? പോസിറ്റീവ് തന്നെയാണ്. കാര്യം ആ പ്രോസസ്സിൽ വോളിയം കൂടുകയാണ് ചെയ്തത്. അപ്പോൾ വർക്ക് ഡൺ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അടുത്ത ഏത് പ്രോസസ്സാണ്? ബി ടു സി. അടുത്ത പ്രോസസ്സ് നോക്കുവാണെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ബി ടു സി ആണ്. ബി ടു സിയിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനും പി വി ഡയഗ്രം അല്ലേ? പി വി ഡയഗ്രത്തിന് എന്തെടുത്താൽ മതി മക്കളെ? ഏരിയ അണ്ടർ ദ ഡയഗ്രം എടുത്താൽ മതി. അപ്പോൾ ഏരിയ അണ്ടർ ദ ഡയഗ്രം എടുത്താൽ മതി. അപ്പോൾ ഏരിയ അണ്ടർ ദ ഡയഗ്രം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പാണ് അല്ലേ? അപ്പോൾ ഇവനുള്ളത് ബി ടു സിയുടെ താഴെയുള്ളത് റെക്ടാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ഈ സൈഡ് 4000 ആണ്. ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മാറ്റുമ്പം അതെന്തെന്ന് കിട്ടും മക്കളെ? 400 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വരും. അപ്പോൾ അവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന വരും. അപ്പോൾ 400 ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? 400 ഇൻറ്റു 4 എന്ന് പറയുന്ന വരും. അപ്പോൾ 1600 ജൂൾ എന്ന് പറയുന്ന വരും. ഓക്കെ,
പക്ഷേ ഇവിടെ വർക്ക് ഡൺ എന്ത് ചെയ്യാം മക്കളെ? എക്സ്പാൻഷൻ അല്ല, ഇവിടെ വോളിയം കുറഞ്ഞു വരുവാണ്. അപ്പോൾ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എ ടു ബി ദെൻ ബി ടു സിയിലെ ടോട്ടൽ വർക്ക് ഡൺ ആ ചോദിച്ചിരിക്കുന്നത്. എ ടു ബി ബി ടു സിയിലെ ടോട്ടൽ വർക്ക് ഡൺ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര മക്കളെ വരുന്നത്? 800 ജൂൾ എന്നാണ് വരുന്നത്. പറ പക്ഷേ ഇങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിലില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ആയി കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ആൻസർ ഓപ്ഷനിലില്ല. അപ്പോൾ ആൻസർ ആക്ച്വലി വരുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 800 ജൂൾ എന്നാണ് വരുന്നത്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് എബോവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് a body will have same weight? At what distance above and below the surface of the earth body will have same weight? അതായത് ഇതാണ് എർത്ത് എന്ന് വെച്ചോളൂ. പറയൂ എർത്തിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം എബോവ് ആയിട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോളൂ. അതേ കണക്ക് എക്സിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം ബിലോ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ രണ്ട് പേരെടുത്തും ഈ രണ്ട് പോയിന്റിലും ബോഡിയുടെ വെയിറ്റ് എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണം. അതായത് 1 എന്ന് പറയുന്ന പോയിന്റിലും 2 എന്ന് പറയുന്ന പോയിന്റിലും ബോഡിയുടെ വെയിറ്റ് എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം അകലെ, 2 എന്ന് പറയുന്ന പോയിന്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം താഴെ, 1 എന്ന് പറയുന്ന പോയിന്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം മുകളിൽ, 2 എന്ന് പറയുന്ന പോയിന്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് എക്സ് ദൂരം താഴെ. അപ്പോൾ 1ലെയും 2ലെയും ബോഡിയുടെ വെയിറ്റ് സെയിം ആവണമെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയാലേ പറ്റത്തുള്ളൂ. വെയിറ്റ് mg ആണ്. അപ്പം g ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. മാസ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ g ഈക്വൽ ആയേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താ മക്കളെ? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം മക്കളെ? ഫസ്റ്റ് പോയിന്റിലെ ജിയും സെക്കൻഡ് പോയിന്റിലെ ജിയും ഈക്വൽ ആയിരിക്കണം അല്ലേ? ഫസ്റ്റ് ജിയുടെ ഫോർമുല പറ. ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറ. ഫസ്റ്റ് പോയിന്റ് ഹൈറ്റിലാണെങ്കിൽ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ബൈ 1 പ്ലസ് എന്താ മക്കളെ? എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഇനി ജി ടുവിന്റെ ഫോർമുല പറഞ്ഞേ മക്കളെ. ജി ടുവിന്റെ ഫോർമുല എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ്. സോറി, എച്ച് അല്ലല്ലോ. ഇവിടെ എച്ചിന് പകരം എന്താ മക്കളെ കിടക്കുന്നത്? എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ എച്ചിന് പകരം എന്താ മക്കളെ കിടക്കുന്നത്? എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ 1 മൈനസ് ഡി ബൈ ആർ എന്നാണ്. ഡിയുടെ സ്ഥാനത്ത് ആര് തന്നെയാണ് മക്കളെ കിടക്കുന്നത്? എക്സ് തന്നെയാണ് കിടക്കുന്നത്. അപ്പം 1 മൈനസ് എക്സ് ബൈ ആർ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ മക്കളെ? 1ലും 2ലും ബോഡിയുടെ വെയിറ്റ് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ഈക്വൽ ആണെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്ന ബോഡി എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലാണ്, 2 എന്ന് പറയുന്ന ബോഡി ഒരു പർട്ടിക്കുലർ ഡെപ്ത് താഴെയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആവും മക്കളെ? ഇങ്ങനെ നോക്കുവാണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആവും നോക്കുവാണെങ്കിൽ ജിയും ക്യാൻസൽ ആവും അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആവും നോക്കുവാണെങ്കിൽ ജിയും ക്യാൻസൽ ആവും. അപ്പോൾ ഇതിനെന്തെഴുതാം? ഇവിടെ ഒരു 1 മൈനസ് എക്സ് ബൈ ആർ ഉണ്ട്, 1 മൈനസ് എക്സ് ബൈ ആർ ഉണ്ട് അല്ലേ? 1 മൈനസ് എക്സ് ബൈ ആർ ഉണ്ട്. ഇതിനെന്തെഴുതാം മക്കളെ? 1 പ്ലസ് എക്സ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 പ്ലസ് എക്സ് ബൈ ആർ ഇൻറ്റു എന്തെന്ന് എഴുതാം? 1 പ്ലസ് എക്സ് ബൈ ആർ എന്ന് എഴുതാം അല്ലേ? 1 പ്ലസ് എക്സ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു പറഞ്ഞേ മക്കളെ ഇതിനെങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു എന്തെന്ന് എഴുതാം മക്കളെ? ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ ആർ എന്ന് എഴുതാം. പറയൂ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. സോ ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ വാട്ട് വി ക്യാൻ സേ 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ ആർ എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആണ് അല്ലേ? മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. മൈനസ് ഇതെന്തെന്ന് കിട്ടും മക്കളെ? എക്സ് ക്യൂബ് ബൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. പറയൂ അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആര് ക്യാൻസൽ ആയി പോകും മക്കളെ? 1 1 ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ ഇത് വെട്ടിയാൽ എക്സ് സ്ക്വയർ വരും. എല്ലാത്തിൽ നിന്നും ഒരു എക്സ് വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? ഇവിടെ 0 വരും. ഇവിടെ ഒരു 0 വരും അല്ലേ? ഇവിടെ എല്ലായിടത്തു നിന്നും എന്ത് കോമൺ എടുക്കാം? ഒരു എക്സ് ബൈ ആർ കോമൺ എടുത്താൽ ഇവിടെ നിന്ന് ഒരു എക്സ് ബൈ ആർ കോമൺ എടുത്താൽ ഇത് 1 എന്ന് പറയുന്നത് കിട്ടും ആണോ? ഇതെന്തെന്ന് കിട്ടും മക്കളെ? 1 മൈനസ് എക്സ് ബൈ ആർ എന്ന് പറയുന്നത് കിട്ടും അല്ലേ? പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അയ്യോ പ്ലസ് അല്ലല്ലോ, മൈനസ് അല്ലേ മക്കളെ? മിസ്റ്റേക്ക് ഇല്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 മൈനസ് എക്സ് ബൈ ആർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം.
അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് വന്നാൽ -x²/r² ലെഫ്റ്റിലേക്ക് വന്നാൽ s²/r² ആണ്. -x/r ലെഫ്റ്റിലേക്ക് വന്നാൽ +x/r ആണ്. 1 ലെഫ്റ്റിലേക്ക് വന്നാൽ -1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി ആണോ? ഇനി x/r നമുക്ക് വല്ല y എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് y² ആണ് +y ആണ് -1 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം അല്ലേ? കാര്യം എന്താ? x/r നമ്മൾ എന്താ കൊടുക്കുന്നത് മക്കളെ? y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ x/r നമുക്ക് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് മനസ്സിൽ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x/r നമ്മൾ തൽക്കാലം y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ മക്കളെ? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -b എന്ന് പറഞ്ഞാൽ -1 ± √(b²) എന്ന് പറഞ്ഞാൽ 1² -4ac എത്ര മക്കളെ? എ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സി എത്ര മക്കളെ? സി എന്ന് പറയുന്നത് -1 ആണ്. സി എന്ന് പറയുന്നത് -1 ആണ്. ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? സോ y ഈക്വൽ ടു -1 ± ഇതെത്രയാണെന്ന് കിട്ടും? √5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ √5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ y ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ √5 -1/2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ √5 -1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടുന്നത്. വൈക്ക് എന്ത് കൊടുക്കാം മക്കളെ? y ക്യാൻ ബി റിട്ടൺ ആസ് x/r ആണ്. അപ്പോൾ വൈക്ക് എന്ത് കൊടുക്കാമെന്ന് വെച്ചാൽ y ക്യാൻ ബി റിട്ടൺ ആസ് x/r ആണ്. അപ്പോൾ x/r എന്ന് പറയുന്നത് √5 -1/2 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു √5 -1 ഡിവൈഡഡ് ബൈ 2 × r എന്ന് പറയുന്നത് കിട്ടും മക്കളെ. അപ്പോൾ ഇതാണ് ഇതിൽ ലേശം ഒന്ന് ചെയ്തു നോക്കേണ്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ലേശം ഒന്ന് ചെയ്തു നോക്കേണ്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 100 മൈക്രോഫാരഡ് ചാർജ്ഡ് ടു എ പൊട്ടൻഷ്യൽ ഓഫ് 12 വോൾട്ട് ആൻഡ് കണക്റ്റഡ് ടു എ 6.4 millihenry ഇൻഡക്ടർ ടു പ്രൊഡ്യൂസ് ഓസിലേഷൻസ്. ദ മാക്സിമം കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി. പറയല്ലേ? അപ്പോൾ നമുക്കറിയാം ഇനിഷ്യലി കപ്പാസിറ്ററിലെ എനർജിയാണ് ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ എനർജി അല്ലേ? ഇനിഷ്യലി കപ്പാസിറ്ററിൽ എത്ര എനർജി ഉണ്ടോ, ഇൻഡക്ടറിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുള്ള ഇനിഷ്യലി എനർജി സ്റ്റോർഡ് ഒന്നുമില്ല. അപ്പോൾ ഇനിഷ്യലി കപ്പാസിറ്ററിൽ എത്ര എനർജി ഉണ്ടോ ദാറ്റ് വിൽ ബി ദ മാക്സിമം എനർജി ഇൻ ദാറ്റ് സർക്യൂട്ട്. ആ എൽ സി സർക്യൂട്ടിലെ മാക്സിമം എനർജി എന്ന് പറയുന്നത് ആ എൽ സി സർക്യൂട്ടിലെ മാക്സിമം എനർജി അല്ലേ? അപ്പോൾ ആ എൽ സി സർക്യൂട്ടിലെ മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജിയാണ്. അപ്പോൾ ഇനിഷ്യലി കപ്പാസിറ്ററിൻ്റെ കയ്യിലുള്ള എനർജി എന്ന് പറയുന്നത് ½ C × എന്തെന്ന് എഴുതാം മക്കളെ? v² എന്ന് പറയുന്നത് എഴുതാം. അപ്പോൾ u max അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു ½ വാട്ട് ഈസ് C? കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് 100 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 100 × 10⁻⁻6 ആണ്. സോ ദാറ്റ് വിൽ ബി 10⁻⁻4. 100 × 10⁻⁻6 എന്ന് പറഞ്ഞാൽ 10⁻⁻4 ആണ്. വി എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? വി എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ് അല്ലേ? അപ്പോൾ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. ഇനി പറയല്ലേ യു മാക്സിന് എന്ത് കൊടുക്കാം? യു മാക്സിന് ½ × L × I02 എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? യു മാക്സിന് അല്ലേ ½ × L × എന്തെന്ന് കൊടുക്കാം മക്കളെ? L × I02 എന്ന് പറയുന്നത് കൊടുക്കാം. എൽ സി ഓസിലേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ½ × 10⁻⁻4 എന്തെന്ന് കിട്ടും മക്കളെ? ½ × 10⁻⁻4 × 144 എന്ന് പറയുന്നത് കിട്ടും. ഇനി L എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ 6.4 millihenry എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ L അവർ ഈസി ആയിട്ട് തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് 6.4 millihenry എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 × 2 എന്ത് ചെയ്ത് പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അപ്പോൾ L എത്രയാണെന്ന് തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ L എന്ന് പറഞ്ഞാൽ 6.4 millihenry അല്ലേ? അപ്പോൾ L എന്ന് പറഞ്ഞാൽ 6.4 millihenry ആണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് 64 × 10⁻⁻4 എന്ന് എഴുതാം. 6.4 × millihenryനെ നമുക്ക് വേണമെങ്കിൽ 64 × 10⁻⁻4 എന്ന് എഴുതാം. പിന്നെ ആര് കിടപ്പുണ്ട്? ×I0² കിടപ്പുണ്ട്. ×I0² കിടപ്പുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 144 × 10⁻⁻4 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 144 × 10⁻⁻4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 10⁻⁻4 എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ I0² എന്ന് പറയുന്നത് 144/64 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 144/64 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ മനസ്സിലായല്ലോ? അപ്പോൾ I0² എന്ന് പറഞ്ഞാൽ 144/64 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ 144ന്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. സോ ദ ആൻസർ വിൽ ബി I0 എന്ന് പറയുന്നത് 1.5 ആംപിയർ ആയിരിക്കും. അപ്പോൾ I0 നോക്കുകയാണെങ്കിൽ I0 എന്ന് പറയുന്നത് 1.5 ആംപിയർ ആയിരിക്കും. അപ്പോൾ I0 നോക്കുകയാണെങ്കിൽ I0 എന്ന് പറയുന്നത് 1.5 ആംപിയർ ആയിരിക്കും. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പ്ലോസീവ് ഇൻ എ ഹൈഡ്രജൻ ബോംബ് ഈസ് മിക്സ്ചർ ഓഫ് 1H2, 1H3, 3Li6
ഇൻ സം കണ്ടൻസ്ഡ് ഫോം ദ ചെയിൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഡ്യൂറിങ് എക്സ്പ്ലോഷൻ എനർജി റിലീസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് അല്ലേ. എല്ലാവരുടെയും മാസ് തന്നിട്ടുണ്ട് പറയല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ റിലേഷൻ എല്ലാം അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ വരും മക്കളെ? 3Li6 വരും. 3Li6 പ്ലസ് അല്ലേ. പിന്നെ ആരുണ്ട്? ഒരു ന്യൂട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ 0N1 വരും. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 0N1 എന്ന് പറയുന്നവരും പ്ലസ് LHS നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ആരുണ്ട് മക്കളെ? അടുത്ത ആളുടെ LHSൽ 1H2 ഉണ്ട്. അപ്പുറത്ത് ആരുണ്ട് മക്കളെ? 1H3 ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് അപ്പുറത്തും ആഡ് ചെയ്യും. അപ്പുറത്ത് ആരൊക്കെ വരും? 2He4 ഉണ്ട്. അപ്പുറത്ത് ആരൊക്കെ വരുമെന്ന് ചോദിച്ചാൽ 2He4 ഉണ്ട് പ്ലസ് പിന്നെ ആരുണ്ട് മക്കളെ? 1H3 ഉണ്ട്. 1H3 ഉണ്ട് പ്ലസ് പിന്നെ ആരുണ്ട്? 2He4 ഉണ്ട്. 2He4 ഉണ്ട് പ്ലസ് പിന്നെ ആരുണ്ട്? ഒരു ന്യൂട്രോണും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 0N1 എന്ന് വിളിക്കും. അപ്പോൾ ഒരു ന്യൂട്രോണും കൂടെ ഉണ്ട്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0N1. ആരൊക്കെ ക്യാൻസൽ ആവും മക്കളെ? ഇവിടെ ഒരു 0N1 ഉണ്ട്, ഇവിടെ ഒരു 0N1 ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആരൊക്കെ ക്യാൻസൽ ആവും? ഇവിടെ ഒരു 1H3 ഉണ്ട്, ഇവിടെ ഒരു 1H3 ഉണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ റിസൾട്ടൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? റിസൾട്ടൻ്റ് റിയാക്ഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് ലിഥിയം എന്ന് പറയുന്നത്. അപ്പോൾ 3 ലിഥിയം 6 പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? 1H2 എന്ന് പറയുന്നത് കിട്ടും. ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 ടൈംസ് 2He4 എന്ന് കിട്ടും. 2 ടൈംസ് 2He4 എന്ന് പറയുന്നത് കിട്ടും. എല്ലാം ബാലൻസ്ഡ് ആണല്ലോ. മാസ് നമ്പർ ബാലൻസ്ഡ് ആണ്. 6 + 2 8 ആണ്. ഇവിടെ 2 × 4 8 കിട്ടും. അറ്റോമിക് നമ്പറും ബാലൻസ്ഡ് ഒക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ മക്കളെ വേണ്ടത്? നമുക്ക് അതിൻ്റെ ക്യൂ വാല്യൂ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താ മക്കളെ? ΔM × c² ആണ് അല്ലേ. അപ്പോൾ ക്യൂ വാല്യൂ നോക്കുവാണെങ്കിൽ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് ΔM × c² ആണ്. അപ്പോൾ ΔM എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാസ് ഓഫ് റിയാക്ടൻസ് മൈനസ് മാസ് ഓഫ് പ്രൊഡക്ട്സ് ആണ് അല്ലേ. അപ്പോൾ ΔM എന്ന് പറയുന്നത് മാസ് ഓഫ് റിയാക്ടൻസ് മൈനസ് അല്ലേ മാസ് ഓഫ് എന്താ മക്കളെ? പ്രോഡക്ട്സ് ആണ്. മാസ് ഓഫ് റിയാക്ടൻസ് മൈനസ് മാസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇൻറ്റു എന്തെന്ന് കൊടുത്താലും മതി. പറയല്ലേ ΔM × c² കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ΔM × എന്താ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ΔM AMUലായിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ് ΔM എന്ന് പറയുന്ന മാസ് ഡിഫക്റ്റ് ആണ്. മാസ് ഡിഫക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് റിയാക്ടൻസ് മൈനസ് മാസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇൻറ്റു എന്തെന്ന് കൊടുത്താൽ മതി? ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്താൽ മതി. ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്താൽ മതി. മക്കളെ മനസ്സിലായല്ലോ? മാസ് ഓഫ് റിയാക്ടൻസ് ആരൊക്കെയാണ്? ലിഥിയവും 1H2 ആണ്. അപ്പോൾ റിയാക്ടൻസ് ആരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് ലിഥിയവും 1H2 ആണ്. അപ്പോൾ ലിഥിയം എന്താണ്? മാസ് ഓഫ് ലിഥിയം തന്നിട്ടുണ്ട് 6.01690. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. പ്ലസ് 1H2ൻ്റെ മാസം തന്നിട്ടുണ്ട്. 1H2ൻ്റെ മാസം എന്ന് പറയുന്നത് 2.01471 അല്ലേ. അപ്പോൾ അതിൻ്റെ മാസം തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ മാസ് ഓഫ് റിയാക്ടൻസ് ആവും അല്ലേ. ഇനി മാസ് ഓഫ് പ്രോഡക്ട്സ് നോക്കുവാണെങ്കിൽ 2He4ൻ്റെ ഒരാളുടെ 4.03388 ആണ്. ഇവിടെ എന്താ മക്കളെ? പ്രോഡക്റ്റ് നോക്കുമ്പോൾ 2 ഹീലിയം ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ഇതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്ന് വെച്ചാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മക്കളെ ക്വസ്റ്റ്യനിൽ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. 931 ആയിട്ടല്ല എടുക്കേണ്ടത്, 931.5 ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം 931.5 ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ റിയാക്ഷൻ ഒന്ന് റിസൾട്ടൻ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ റിയാക്ഷൻ റിസൾട്ടൻ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കിയാൽ ആ റിയാക്ഷൻ ഈ രീതിയിൽ സിംപ്ലിഫൈ ആവും. ഓക്കെ ആണല്ലോ. ഓക്കെ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫൈനൽ ആൻസർ പറഞ്ഞത്. ഫൈനൽ ആൻസർ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അതേ ഉള്ളൂ. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2 vessels A and B are of same size. അപ്പോൾ വോളിയം സെയിം ആണ്, സെയിം ടെമ്പറേച്ചർ. അപ്പോൾ 2 വെസലുണ്ട്. അപ്പോൾ 2 വെസലിൻ്റെയും സൈസ് സെയിം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വോളിയം V ആണെങ്കിൽ ഇവൻ്റെ വോളിയം എത്ര തന്നെയാണ് മക്കളെ? V തന്നെയാണ്. ടെമ്പറേച്ചർ സെയിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T ആണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര തന്നെയാണ് മക്കളെ? T തന്നെയാണ്. A കണ്ടെയ്ൻസ് 1 gram ഹൈഡ്രജൻ. അപ്പോൾ എയിലുള്ളത് 1 gram ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ എയിലുള്ളത് എ എന്ന് പറയുന്ന വെസലിലുള്ളത് അല്ലെങ്കിൽ ആദ്യത്തെ വെസലിലുള്ളത് 1 gram H2 ആണ്. അടുത്ത ബി എന്ന് പറയുന്ന വെസലിലുള്ളത് 1 gram ഓക്സിജനാണ്. അപ്പോൾ 1 gram O2 ആണ്. പി എ ആൻഡ് പി ബി ആർ ദ പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ PA/PB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താ മക്കളെ? നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് PV = nRT ആണ്
നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഇസിക്വൽ ടു എൻ ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എയിലെ പ്രഷർ പി എയിലെ വോളിയം വി ആണ്, എയിലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എൻ എന്ന് കൊടുക്കാം, ഇൻറ്റു എന്തെന്ന് കൊടുക്കാം മക്കളെ, ആർ ടി എന്ന് പറയുന്നത് കൊടുക്കാം. കാര്യം വോളിയവും ടെമ്പറേച്ചറും രണ്ടിടത്ത് സെയിം ആണ്. അത് കണക്ക് പി ബി എന്ന് പറയുന്നത് അടുത്ത കേസിലെ പ്രഷർ പി ബി ആണ്, വോളിയം വി തന്നെയാണ്, അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എൻ ബി എന്ന് കൊടുക്കാം, ഇൻറ്റു എന്തെന്ന് വരും മക്കളെ, ഇൻറ്റു ആർ ടി എന്ന് പറയുന്നത് വരും. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും മക്കളെ, നമുക്ക് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പി എ ഡിവൈഡഡ് ബൈ പി ബി കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പി എ ഡിവൈഡ് ബൈ പി ബി കിട്ടും. അപ്പോൾ വി വി ക്യാൻസൽ ആകും, ആർ ടി ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ പി എ ബൈ പി ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻ എ ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻ ബി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻ എ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഇൻ എ ബൈ മോളാർ മാസ് ഇൻ എ. അത് കണക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻ ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് അല്ലേ. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻ എ ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻ ബി ആണ്. അപ്പോൾ ഗിവൺ മാസ് എത്ര മക്കളെ, രണ്ടിലെയും ഗിവൺ മാസ് 1 ഗ്രാം തന്നെയാണ് അല്ലേ. അപ്പോൾ രണ്ടിലെയും ഗിവൺ മാസ് 1 ഗ്രാം തന്നെയാണ്. H2ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 2 ആണ്. H2ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ H2ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയും ഗിവൺ മാസ് 1 തന്നെയാണ്. O2ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. O2ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് എത്ര മക്കളെ, 32 ആണ്. അങ്ങനെയാണെങ്കിൽ 32 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 32 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ പി എ ബൈ പി ബി നോക്കുവാണെങ്കിൽ പി എ ബൈ പി ബി ഇസിക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ, 16 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ പി എ ബൈ പി ബി നോക്കുവാണെങ്കിൽ പി എ ബൈ പി ബി എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ hydrogen atom going from n is equal to 2 to n is equal to 1 emits a photon. Its recoil speed is x by 5 meter per second, where x equal to dash. Use mass of hydrogen as 1.6 into 10 raised to minus 27 kg. പറോക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആരെ എമിറ്റ് ചെയ്തു മക്കളെ, ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്തെന്ന് വെച്ചോളുക. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആരെ എമിറ്റ് ചെയ്തു, ഇതിൽ നിന്ന് ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്തു. അപ്പോൾ ഫോട്ടോൺ എങ്ങോട്ടേക്ക് പോയി എന്ന് അസ്യൂം ചെയ്യുക. ഫോട്ടോൺ റൈറ്റിലോട്ട് പോയാൽ ആ ആറ്റം ഹൈഡ്രജൻ ആറ്റം എങ്ങോട്ടേക്ക് പോകും മക്കളെ, ആ ഹൈഡ്രജൻ ആറ്റം ലെഫ്റ്റിലോട്ട് പോയേ പറ്റും. കാര്യം ഇനിഷ്യലി ഹൈഡ്രജൻ ആറ്റം എന്തിലായിരുന്നു, റസ്റ്റിലായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ഹൈഡ്രജൻ ആറ്റം റസ്റ്റിലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു ഫോട്ടോൺ എമിറ്റ് ചെയ്താൽ ആറ്റം എങ്ങോട്ട് പോകണം, പുറകിലേക്ക് പോകണം. അതായത് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് റൈറ്റിലോട്ട് പോയാൽ ഗണ്ണ് പുറകിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കണക്ക് ഫോട്ടോൺ മുന്നിലേക്ക് പോയാൽ ആറ്റം എങ്ങോട്ട് പോകും മക്കളെ, ആറ്റം പുറകിലേക്ക് പോകും. അപ്പം അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവൻ്റെ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് മാസ് എം എന്ന് എടുക്കാം. മാസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട്. അവൻ്റെ റീകോയിൽ വെലോസിറ്റി ആണ് വേണ്ടത്. അവൻ്റെ റീകോയിൽ വെലോസിറ്റി വി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ മൊമെൻറ്റം എത്ര മക്കളെ, ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്. ഫൈനൽ മൊമെൻറ്റം പറഞ്ഞേ, ഈ ന്യൂക്ലിയസിൻ്റെ മൊമെൻറ്റം മൈനസ് എം വി ആണ് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട്. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എത്ര മക്കളെ, മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് h ബൈ ലാംഡയാണ്. അപ്പോൾ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് h ബൈ ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, മൈനസ് എം വി ഇപ്പുറം വന്നാൽ എം വി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എം വി ഇസിക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ, എം വി ഇസിക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, റീകോയിൽ വെലോസിറ്റി ആണ് വേണ്ടത്. അപ്പോൾ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എച്ച് ബൈ എം ലാംഡ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എച്ച് ബൈ എം ലാംഡ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ റീകോയിൽ വെലോസിറ്റി നോക്കുവാണെങ്കിൽ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എച്ച് ബൈ എം ലാംഡ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് മക്കളെ, ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുന്നു. ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ ഒരു സി കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ഒരു സി കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ എച്ച് ബൈ എം ലാംഡയാണ്. അപ്പോൾ ഇവിടെയും സി കൊടുക്കുന്നു, ഇവിടെയും സി കൊടുക്കും. അപ്പോൾ എച്ച് ബൈ എം ലാംഡയാണ്. അപ്പോൾ ഇവിടെയും സി കൊടുക്കുന്നു, ഇവിടെ എന്ത് കൊടുക്കുന്നു മക്കളെ, സി കൊടുക്കും. അപ്പോൾ എച്ച് ബൈ എം ലാംഡയാണ്. അപ്പോൾ ഇവിടെയും സി കൊടുക്കുന്നു, ഇവിടെ എന്ത് കൊടുക്കുന്നു മക്കളെ, സി കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ വി ഈക്വൽ ടു എച്ച് സി ബൈ സി എം ലാംഡ എന്ന് കിട്ടും. ഇനി എച്ച് സി ബൈ ലാംഡ ആരാ മക്കളെ, ദാറ്റ് ഈസ് എനർജി ഓഫ് ഫോട്ടോൺ ആണ് അല്ലേ. അപ്പോൾ എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ ആണ്. അപ്പോൾ എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ ആണ്. ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും മക്കളെ, എം സി എന്ന് പറയുന്നത് കിട്ടും. പറോക്കളെ, എവിടെ നിന്ന് എങ്ങോട്ടാണ് ചാടിയത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 2ൽ നിന്ന് 1ലോട്ടാണ് ചാടിയത്. അപ്പോൾ 2ൻ്റെ എനർജി നിങ്ങൾക്ക് അറിയാം, 2ൻ്റെ എനർജി മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 1ലേക്കുള്ള എനർജി എന്ന് പറയുന്നത് മൈനസ് എത്ര മക്കളെ, 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. എനർജി ഓഫ് ഫോട്ടോൺ എത്ര വരും, 2ൽ നിന്ന് 1ലേക്കല്ലേ ചാടിയത്. 2ൻ്റെ എനർജി മൈനസ് 3.4 ആണ്, 1ൻ്റെ എനർജി മൈനസ് 13.6 ആണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് എടുക്കണം. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ. പറോക്കളെ, ഇത് എത്ര എന്തിലാണ് കിട്ടുന്നത്, ഈ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാനായിട്ട് എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാനായിട്ട് 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 കൊണ്ട് ഇൻഡു ചെയ്യണം. ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാനായിട്ട് 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 കൊണ്ട് ഇൻഡു ചെയ്യണം. ഇനി പറോക്കളെ, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1.6
1.6 into 10 raised to minus 27 ആണ്. മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1.6 into 10 raised to minus 27 ആണ്. അടുത്ത സി നോക്കുകയാണെങ്കിൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 into 10 raised to 8 ആണ്. അപ്പോൾ സി നോക്കുകയാണെങ്കിൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 into 10 raised to 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ വെട്ടിപ്പോവും? ഇവിടെ 1.6 വെട്ടിപ്പോവും അല്ലേ? 1.6 വെട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ വി ഈസിക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? വി ഈസിക്വൽ ടു ഇത് എത്ര കിട്ടും മക്കളെ? 10 raised to minus 27 10 raised to 8 വെട്ടിയാൽ 10 raised to minus 19 വരും. അപ്പോൾ 10 raised to minus 19 10 raised to minus 19 എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അപ്പോൾ 10 raised to minus 19 കൂടെ എന്ത് ചെയ്തു പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. ഇവിടെ എത്ര കിട്ടും എന്ന് വെച്ചാൽ 10.2 കിട്ടും അല്ലേ? 10.2 കിട്ടും. അപ്പോൾ അത് 10.2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഗിവൺ ആസ് വാട്ട്? ദിസ് ഈസ് ഗിവൺ ആസ് x/5 എന്നാ ക്വസ്റ്റിന് തന്നിരിക്കും. അപ്പോൾ ഇതെന്താ മക്കളെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്? x ഡിവൈഡഡ് ബൈ 5 എന്നാ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 10.2 into 5 എത്രയാണെന്ന് കിട്ടും? 10.2 into 5 എന്ന് പറഞ്ഞാൽ 51 ആണ് അല്ലേ? 10.2 into 5 എന്ന് പറഞ്ഞാൽ 51 ആണ്. അപ്പോൾ 51 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? അപ്പോൾ എക്സ് ഈക്വൽ ടു പറഞ്ഞേ, എക്സ് ഈക്വൽ ടു 1 അപ്പോൾ എക്സ് ഈക്വൽ ടു 17 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17 ആയിരിക്കും. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17 ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കും മക്കളെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എ ബോൾ റോൾ ഓഫ് ദ ടോപ്പ് ഓഫ് എ സ്റ്റെയർവേ വിത്ത് ഹൊറിസോണ്ടൽ വെലോസിറ്റി u. The steps are 0.1 meter high and 0.1 meter wide. The minimum velocity with which that ball just hits the step 5 of the stairway will be √x meter per second. മക്കളെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഇതാണ് തേർഡ് സ്റ്റെപ്പ്, ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്, ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഓരോന്നും 0.1 മീറ്റർ ഹൈയുമാണ്, 0.1 മീറ്റർ വൈഡുമാണ്. ഓരോന്നും 0.1 മീറ്റർ ഹൈയുമാണ്, 0.1 മീറ്റർ വൈഡുമാണ് അല്ലേ? ദ മിനിമം വെലോസിറ്റി u ദാറ്റ് ബോൾ ജസ്റ്റ് ഹിറ്റ്സ് ദ സ്റ്റെപ്പ് 5 ഓഫ് ദ സ്റ്റേഷനറി സ്റ്റെയർവേ വിൽ ബി അല്ലേ? അതായത് ഇവിടെ നിന്ന് ഉരുണ്ട് വരുന്ന ബോൾ, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഉരുണ്ട് വരുന്ന ബോളായിരിക്കണം. ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഉരുണ്ട് വരുന്ന ബോൾ 5th ഫ്ലോറിൽ അല്ലെങ്കിൽ 5th സ്റ്റെയർ കേസിൽ 5th സ്റ്റെപ്പിൽ അതെന്ത് ചെയ്യണം മക്കളെ? സ്ട്രൈക്ക് ചെയ്യണം. 5th സ്റ്റെപ്പിൽ സ്ട്രൈക്ക് ചെയ്യണം ആണോ? അപ്പോൾ 5th സ്റ്റെപ്പിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് യു എന്ന് ചോദിച്ചാൽ അതിങ്ങനെയായിരിക്കും ആണോ? അതിങ്ങനെയായിരിക്കും വന്ന് വീഴുന്നത്. കാര്യം ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ഈ ദൂരം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ദൂരം റേഞ്ചിൽ നമ്മൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ മക്കളെ പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഇത് 5th സ്റ്റെയർ കേസിൽ അല്ലെങ്കിൽ 5th സ്റ്റെപ്പിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ യുവിൻ്റെ മിനിമം വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് യുവിൻ്റെ മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ദൂരം നമുക്ക് എന്താ മക്കളെ? ഈ ദൂരം നമുക്ക് എടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്, നമ്മൾ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സാധാരണ എന്താ ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവൻ എവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നാണ് ചെയ്യുന്നത് മക്കളെ? 5th ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ 5th സ്റ്റെപ്പിൻ്റെ അങ്ങേയറ്റം സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ള കേസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും മക്കളെ? ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കേസായിട്ട് വരും. അപ്പോൾ ഇത് ആരുടെ കേസായിട്ട് വരും മക്കളെ? ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കേസായിട്ട് വരും. ഓരോ സ്റ്റെപ്പും 0.1 വെച്ചാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 സ്റ്റെപ്പ് ആകുമ്പോൾ എത്ര വരും മക്കളെ? ഞാൻ വരച്ച തെറ്റിപ്പോയെങ്കിൽ ഒന്ന് നോക്കിയേക്കണം. 5 സ്റ്റെപ്പ് ആകുമ്പോൾ ഇത് 0.5 എന്ന് പറയുന്ന വരും അല്ലേ? 5 സ്റ്റെപ്പ് ആകുമ്പം ഇതും എത്ര എന്ന് തന്നെ വരും മക്കളെ? 0.5 എന്ന് പറയുന്നതിന് വരും. പറവക്കളെ, അപ്പോൾ ആക്ച്വലി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പറവക്കളെ, യു മിനിമം ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് യു എന്താവുന്നത് മക്കളെ? മിനിമം ആകുന്നത്. പക്ഷേ ഈ ദൂരം കാൽക്കുലേറ്റ് ചെയ്യുക പ്രാക്ടിക്കലി ലേശം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ രീതിക്കാണ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു ആ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ സ്റ്റെപ്പിൻ്റെ അങ്ങേയറ്റത്താണ് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 0.1 ആണ്. ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 0.1 ആണ്. അപ്പോൾ 5 സ്റ്റെപ്പ് വരുമ്പോൾ ഇത് 0.5 വരും. അത് കണക്ക് ഒന്നിൻ്റെ വിഡ്ത്ത് 0.1 ആണ്. അത് കണക്ക് 5 സ്റ്റെപ്പ് വരുമ്പോൾ 0.5 വരും. മക്കളെ മനസ്സിലായല്ലോ? ഞാൻ വരച്ചു വന്നപ്പോൾ 4 ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളന്ന് 5 അസ്യൂം ചെയ്തേക്കണം. ഞാൻ ഇതങ്ങ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുത്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പം വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 4 സ്റ്റെപ്പേ വരച്ചിട്ടുള്ളൂ. 5 സ്റ്റെപ്പാക്കി നിങ്ങൾ വരച്ചേക്കണം. ഓക്കെ, അതീ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 0.5, ഇത് 0.5. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ റേഞ്ചിൻ്റെ ഫോർമുല എന്താ മക്കളെ? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ റേഞ്ചിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് u × √2h/g എന്നാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ റേഞ്ചിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് u × √2h/g എന്നാണ്. G10 എന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് എത്ര മക്കളെ? ഈ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് 0.5 ആണ്. u നമുക്കറിയത്തില്ല. 2 ×
അല്ലേ? എച്ച് എത്ര തന്നെയാണ്? എച്ച് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഹൈറ്റും 0.5 തന്നെയാണ്. ദെൻ ജിയുടെ വാല്യൂ എത്ര തന്നെയാണ്? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇതൊന്ന് നമുക്ക് സ്ക്വയർ ചെയ്തേക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്ക്വയർ ചെയ്താൽ 0.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? ദെൻ ഇവിടെ ആരുണ്ട് മക്കളെ? യുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് യു സ്ക്വയർ ആണ് അല്ലേ? ഇവിടെ എന്ത് വരും? റൂട്ട് അങ്ങ് മാറി കിട്ടും. അപ്പോൾ ഇത് 1/10 എന്ന് പറയുന്നത് കിട്ടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഇത് 10/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു സ്ക്വയർ ഈസിക്വൽ ടു 10/4 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ യു ഈസിക്വൽ ടു √10/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ √10/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2.5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ യു നോക്കുവാണെങ്കിൽ യു എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 2.5 എന്ന് പറയുന്നത് കിട്ടും. മക്കളെ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 10 cm ആൻഡ് റെസിസ്റ്റൻസ് 0.7 m പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ. പറയല്ലേ? അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ നിന്ന് ചിന്തിച്ചാൽ ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ് അല്ലേ? അപ്പോൾ ആ പ്ലെയിൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ആ പ്ലെയിനെ വെർട്ടിക്കലി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോഡി വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്നത് മക്കളെ? പ്ലെയിൻ എന്ന് പറയുന്നത്. എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.2 ടെസ്ല ഈസ് സെറ്റ് അപ്പ് അക്രോസ് ദ പ്ലെയിൻ ഇൻ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവൻ്റെ ഏരിയ എങ്ങോട്ടാണ് മക്കളെ? എടാ ഇതിനെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ ഏരിയ എന്താ മക്കളെ? പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാനത് ബോർഡിലോട്ട് വരയ്ക്കുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങോട്ടെന്ന് അസ്യൂം ചെയ്യുക. കാര്യം എന്താ മക്കളെ? നമുക്ക് ബോഡി വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് എന്ന് പറയുന്നത്, ഇതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് ആരെന്ന് പറയുന്നത്? വെസ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് ആരെന്ന് പറയുന്നത്? സൗത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇനി പറ, ആ പ്ലെയിൻ എവിടെ വെച്ചിരിക്കുന്നത്? നോർത്ത് ഈസ്റ്റ് പ്ലെയിനിൽ വെർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ മക്കളെ? ഇവിടെയാണ് നമ്മുടെ ആ പ്ലെയിൻ വെച്ചിരിക്കുന്നത്. ആ പ്ലെയിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്, ആ പ്ലെയിൻ്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ, ഏരിയ വെക്ടർ ഒന്നുകിൽ നോർത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഏരിയ വെക്ടർ അങ്ങോട്ട് വരും മക്കളെ? സൗത്തിലേക്ക് വരും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ കൂടെയാണ്. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ കൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ആംഗിൾ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ ദാറ്റ് ആംഗിൾ വിൽ ബി വാട്ട്? 45 ഡിഗ്രി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ കൂടെയാണ്. സോ ആംഗിൾ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ ദാറ്റ് ആംഗിൾ വിൽ ബി വാട്ട്? ദാറ്റ് ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. ജസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ആംഗിൾ 45 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിക്രീസ്ഡ് ടു 0 in 1 second അറ്റ് എ സ്റ്റഡി റേറ്റ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് √x × 10⁻³ volt. ദെൻ ദ വാല്യൂ ഓഫ് x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ പറയല്ലേ? അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് പറഞ്ഞ് പറയല്ലേ? അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് പറഞ്ഞ്, ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് B × A × cos θ. നമ്പർ ഓഫ് ടേൺസ് ഒന്നും പറയുന്നില്ലല്ലോ, അപ്പോൾ ഒരു ടേണേ കാണത്തുള്ളൂ. അപ്പോൾ B × A × cos θ ആണ്. പറയല്ലേ? ബി എത്രയാണെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്? ബി എത്രയാണെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്? ബി എന്ന് പറയുന്നത് 0.2 ടെസ്ലയാണ്. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.2 ടെസ്ലയാണ് അല്ലേ? ഏരിയ ഓഫ് ദ കോയിൽ പറ. അതൊരു സ്ക്വയർ ലൂപ്പാണ്. സ്ക്വയർ ലൂപ്പിൻ്റെ സൈഡ് 10 cm ആണ്. അപ്പോൾ ഏരിയ 100 cm² ആണ്. സൈഡ് 10 cm ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ 100 cm² ആണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? 100 × 10⁻⁴ എന്ന് പറയുന്നവരും. cos θ ആരാണ്? cos θ cos 45 ആണ്. ബിക്കും എക്കുടെക്കുള്ള ആംഗിൾ 45 ആണ്. അപ്പോൾ cos 45 എന്ന് പറയുന്നത് 1/√2 എന്നും വരും. അപ്പോൾ cos 45 എന്ന് പറയുന്നത് 1/√2 എന്നും വരും അല്ലേ? അപ്പോൾ ഇത് 0.2 ഇൻറ്റു 100 × 10⁻⁴ എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. 1/√2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്, അഥവാ 0.7 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.14 × 10⁻² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എത്ര മക്കളെ? അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0.14 × 10⁻² ആണ്. സിമിലർലി നോക്കുവാണെങ്കിൽ ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഫൈനൽ ഫ്ലക്സ് 0 ആണ്. കാര്യം മാഗ്നറ്റിക് ഫീൽഡ് സ്വിച്ച് ഓഫ് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്ര ആയിരിക്കും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എടുത്താൽ പോരെ. ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എടുത്താൽ മതി. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0.14 × 10⁻² - 0. അപ്പോൾ 0.14 × 10⁻² തന്നെയാണ്. എത്ര സമയം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? 1 സെക്കൻഡ് കൊണ്ടാണ് സംഭവിച്ചത്. ഓക്കെ ആണല്ലോ? ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്ന 1 ആണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം മക്കളെ? 1.4 × 10⁻³ volt എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് 1.4 × 10⁻³
3 വോൾട്ട് എന്ന് എഴുതാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന റൂട്ട് എക്സ് ഇൻറ്റു 10⁻³ വോൾട്ട് എന്നാണ്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ മക്കളെ കിടക്കുന്നത്? അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 1.4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്താൽ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 1.4ൻ്റെ സ്ക്വയർ. അപ്പോൾ 1.4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.96 ആണ്. അപ്പോൾ 1.4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1.4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.96 ആണ്. അപ്പോൾ കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സിലിണ്ടർ ഈസ് റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി. ഇറ്റ്സ് ആക്സിലേഷൻ ഡ്യൂറിംഗ് റോളിംഗ് ഡൗൺ വിൽ ബി x/√3 m/s², വേർ x ഈസ് ഈക്വൽ ടു. പറോക്കളെ റോൾ ചെയ്ത് താഴെ വരുമ്പം ആക്സിലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ബോഡി റോൾ ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ ആക്സിലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് g sin θ ഡിവൈഡഡ് ബൈ ആക്സിലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് g sin θ ഡിവൈഡഡ് ബൈ 1 + I/mr² എന്നാണ്. പറോക്കളെ അപ്പോൾ ഒരു ബോഡി റോൾ ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ ആക്സിലേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് g sin θ ബൈ 1 + I/mr² എന്നാണ്. അതിൻ്റെ ഡെറിവേഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് ജിക്ക് എത്ര എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 എന്ന് പറയുന്നത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ മക്കളെ? ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ 60 ആണ്. അപ്പോൾ sin 60 എന്ന് ഇവിടെ വരും. അപ്പോൾ sin 60 നോക്കുവാണെങ്കിൽ sin 60 എന്ന് പറഞ്ഞാൽ √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോൾ sin 60 നോക്കുവാണെങ്കിൽ sin 60 എന്ന് പറഞ്ഞാൽ √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദെൻ 1 + I എന്താ മക്കളെ? I ആരാണ്? സിലിണ്ടർ ആണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ I എന്ന് പറയുന്ന mr²/2 ആണ് അല്ലേ. mr² എന്നാണ് ഫോർമുല. അപ്പോൾ എന്താ മക്കളെ? ഫോർമുല എന്ന് പറയുന്നത് 1 + 1/2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പോൾ 1 + 1/2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും മക്കളെ? 3/2 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 2 എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. √3 താഴെ വന്നാൽ √3 താഴെയാകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 10/√3 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര മക്കളെ കിടക്കുന്നത്? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 10 ആണ്. സോ ദ വാല്യൂ വിൽ ബി 10. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 10 ആണ് കിടക്കുന്നത്. അപ്പോൾ ആൻസർ 10 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, the magnetic potential due to a magnetic dipole at a point on its axis situated at a distance of 20 cm from its center, the magnetic moment of the dipole. മക്കളെ ഇത് നമ്മൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ അങ്ങനെ പറയാറില്ല. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വെച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ അങ്ങനെ പറയാറില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വെച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈൻ എന്തായിരുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈനിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആക്സിയൽ ലൈൻ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? 1/4πε0 P/r² എന്നായിരുന്നു. r² - a² cos² θ എന്നൊക്കെ ആയിരുന്നു. അതൊക്കെ നെഗ്ലക്ട് ചെയ്താൽ 1/4πε0 P/r² ആണ്. P ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഇതിൻ്റെ കേസിലേക്ക് വന്നുവാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ദ ആക്സിയൽ ലൈൻ ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് 1/4πε0ക്ക് പകരം മ്യൂ എന്ന് പറയുന്ന വരും. μ0/4π എന്ന് പറയുന്ന വരും. 1/4πε0ക്ക് പകരം എന്തെന്ന് വരും മക്കളെ? μ0 ഡിവൈഡഡ് ബൈ 4π എന്ന് പറയുന്ന വരും. പിക്ക് പകരം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന വരും. അപ്പോൾ ദൂരം എന്തെന്ന് കിട്ടും മക്കളെ? ദൂരം എന്ന് പറയുന്നത് r² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 1.5 × 10⁻⁻5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ആക്സിയൽ ലൈൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ 1.5 × 10⁻⁵ എന്ന് തന്നിട്ടുണ്ട്. 1.5 × 10⁻⁵ എന്ന് തന്നിട്ടുണ്ട്. μ0/4πയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ μ0/4πയുടെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁷ ആണ്. നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആ വേണ്ടത്. അതിന് നമുക്ക് ക്യാപിറ്റൽ M എന്ന് തൽക്കാലം കൊടുക്കാം അല്ലേ. ഇനി എന്താ മക്കളെ വേണ്ടത്? അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഫ്രം 20 cm ഫ്രം ഇറ്റ്സ് സെന്റർ. ഡിസ്റ്റൻസ് 20 cm ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 400 cm² എന്ന് വരും അല്ലേ. അപ്പോൾ 20 cm എന്ന് പറഞ്ഞാൽ 1/5 മീറ്ററാണ്. 20 cm എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1/5 മീറ്ററാണ് അല്ലേ. അപ്പോൾ 20 cm എന്ന് പറഞ്ഞാൽ 1/5 മീറ്ററാണ്. അപ്പോൾ 20യുടെ സ്ക്വയർ എടുത്താൽ 400 വരും. സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ എടുത്താൽ 10⁻⁴ വരും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് M ആണ് വേണ്ടത്. അപ്പോൾ M എത്രയാണെന്ന് കിട്ടും മക്കളെ? 400 ഇവിടെ വരും അല്ലേ. 400 × 1.5 × 10⁻⁵ ഈസ് ഈക്വൽ ടു M × എന്തെന്ന് കിട്ടും മക്കളെ? M × 10⁻³ എന്ന് കിട്ടും. ഈ 10⁻⁴ 10⁻⁷ വെട്ടിയാൽ ഇവിടെ എന്ത് വരും മക്കളെ? 10⁻³ എന്ന് വരും. അപ്പോൾ 400 × 1.5 × 10⁻⁵ ഈസ് ഈക്വൽ ടു M × 10⁻³ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 400 × 1.5 ×
ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ 10⁻² എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു 4 × 1.5 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 4 × 1.5 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 6 തന്നെയാണ് കേട്ടോ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ആൻസർ എത്ര കിട്ടും മക്കളെ? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 6 എന്ന് തന്നെ കിട്ടും. ഓക്കെ, നമ്മൾ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ഫിഗർ വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 400 നാനോമീറ്റർ ഈസ് യൂസ്ഡ് ഡാർക്ക് ഫ്രിഞ്ച് ഈസ് ഒബ്സർവ്ഡ് അറ്റ് പി. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് S1 ആൻഡ് S2 ഈസ്. പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ദ ഫിഗർ വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 400 നാനോമീറ്റർ ഈസ് യൂസ്ഡ് ഡാർക്ക് ഫ്രിഞ്ച് ഈസ് ഒബ്സർവ്ഡ് അറ്റ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ മിനിമയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് S1 ആൻഡ് S2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് S1 ആൻഡ് S2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം അറ്റ് പി എന്താ മക്കളെ കണ്ടീഷൻ? അറ്റ് പി പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമയല്ലേ നടക്കുന്നത്. മിനിമം നടക്കണമെങ്കിൽ പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2n-1 λ/2 ആയിരിക്കണം അല്ലേ? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം മക്കളെ? 2n-1 λ/2 ആയിരിക്കണം അല്ലേ? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n-1 λ/2 ആയിരിക്കണം. ഇനി പറ പാത്ത് ഡിഫറൻസിന്റെ ഫോർമുല പറ. പാത്ത് ഡിഫറൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് പറ. ഈ വേവ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ ഈ ദൂരം എത്ര വരും? √d² + d². ഈ ദൂരം എത്ര വരും? √d² + d² അല്ലേ? അപ്പോൾ മൊത്ത ദൂരം എത്ര വരും? അവൻ ട്രാവൽ ചെയ്യുന്ന മൊത്ത ദൂരം എന്ന് പറയുന്നത് 2 × √d² + d². അപ്പോൾ അവൻ ട്രാവൽ ചെയ്യുന്ന മൊത്ത ദൂരം എന്ന് പറയുന്നത് 2 × √d² + d². ഇനി ഇവൻ ട്രാവൽ ചെയ്യേണ്ട ദൂരം എത്ര മക്കളെ? ഇവിടെ നിന്ന് വരുന്ന വേവ് ട്രാവൽ ചെയ്യേണ്ട ദൂരം 2d ആണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടും. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇങ്ങനെയാണ് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 2n-1 എന്തെന്ന് കൊടുക്കാം? 2n-1 λ/2 എന്ന് കൊടുക്കാം. അപ്പോൾ 2n-1 λ/2 എന്ന് കൊടുക്കാം. മക്കളെ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എത്രയാണെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 2 × √d² + d² എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 2n-1 × λ/2 പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? പ്ലസ് 2d എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ 2ന്റെ സ്ക്വയർ എത്ര ആയിട്ട് മാറും? 4 ആയിട്ട് മാറും. ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഇത് d² + d² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് d² + d² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 4d² എന്ന് പറയുന്നത് കിട്ടും. 4d² അല്ലേ? പ്ലസ് എത്രയാണെന്ന് കിട്ടും മക്കളെ? ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2n-1 the whole square into λ² / 4 എന്ന് പറയും. 2n-1 the whole square into λ² divided by 4 എന്ന് കിട്ടും. പറ, ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ പ്ലസ് 2ab അല്ലേ? അപ്പോൾ 2ab വരുമ്പോൾ 2 ഈ 2 കൂടെ വെട്ടിപ്പോവും അല്ലേ? ബാക്കി എത്ര വരും? 2n-1 λ × 2d എന്ന് കിട്ടും. 2n-1 λ × 2d എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ആര് കട്ടായി പോകും മക്കളെ? ഇവിടെയും ഒരു 4d² ഉണ്ട്, ഇവിടെ ഒരു 4d² ഉണ്ട്. അപ്പോൾ 4d² എന്ത് ചെയ്തു പോകും? കട്ടായി പോകും. അപ്പോൾ 4d² എന്ത് ചെയ്തു പോകും മക്കളെ? കട്ടായി പോകും. അപ്പോൾ 4d² കട്ടായി പോയാൽ ഇവിടെ ഇനി ആര് മാത്രമേ ഉള്ളൂ? 4 small d² മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4 small d² മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും? 2n-1 the whole square into എന്തെന്ന് കിട്ടും മക്കളെ? λ² / 4 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? പ്ലസ് എത്രയാണെന്ന് കിട്ടും? 2n-1 × 2 λd എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് സ്മോൾ ഡിയുടെ വാല്യൂ അല്ലേ വേണ്ടത്? നമുക്ക് സ്മോൾ ഡിയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4d² ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഇത് 2n-1 the whole square 2n-1 the whole square into ലാംഡ എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റിനിൽ ലാംഡ 400 നാനോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 400 നാനോമീറ്റർ, അപ്പോൾ 4 × 10⁻⁻7 അതിൻ്റെ സ്ക്വയർ എടുത്താൽ 16 × 10⁻⁻14 16 × 10⁻⁻14 divided by 4 എന്ന് കിട്ടും അല്ലേ? then 2n-1 into പിന്നെ ആരുണ്ട് മക്കളെ? 2 ഉണ്ട്. പിന്നെ ആരുണ്ട്? ലാംഡ 400 × 10⁻⁻7 ആണ്. ഡിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ ഡിയുടെ വാല്യൂ 0.2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ ഡിയുടെ വാല്യൂ 0.2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് സ്മോൾ ഡിയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആരുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? സ്മോൾ ഡിയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിന് വേണമെങ്കിൽ ഡിയുടെ മിനിമം വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിന് വേണമെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാൻ പറ്റും? 1 ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ഡിയുടെ മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ മിനിമം വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്നിന് എത്ര ഇട്ട് കൊടുക്കാൻ പറ്റും മക്കളെ? 1 ഇട്ട് കൊടുക്കാൻ പറ്റും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 16 ohm വയർ ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ലൂപ്പ്. അപ്പോൾ 16 ohm വയർ ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ലൂപ്പ് അല്ലേ?
അപ്പോൾ സ്ക്വയർ ലൂപ്പിൻ്റെ ഈച്ച് സൈഡ് എത്ര ആയിരിക്കും മക്കളെ? 16 ഓം വയറാണ്. അപ്പോൾ സ്ക്വയർ ലൂപ്പായിട്ടാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും 4 ഓം ആയിരിക്കും, ഇതും 4 ഓം ആയിരിക്കും, ഇതും 4 ഓം ആയിരിക്കും, ഇതും എത്ര തന്നെ ആയിരിക്കും മക്കളെ? ഇതും 4 ഓം തന്നെ ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ 9 വോൾട്ട് ബാറ്ററി വിത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം ഈസ് കണക്റ്റഡ് അക്രോസ് വൺ ഓഫ് ഇറ്റ്സ് സൈഡ്സ്. അപ്പോൾ ഇതൊരു 9 വോൾട്ട് ബാറ്ററി, 9 volt battery with the internal resistance 1 ohm connected across one of its sides. If a 4 microfarad capacitor is connected across one of its diagonal, അപ്പോൾ ഇതിൻ്റെ ഡയഗണലിന് അക്രോസ് ആയിട്ട്, ഇതിൻ്റെ ഡയഗണലിന് അക്രോസ് ആയിട്ട് ആരെ കണക്ട് ചെയ്തിട്ടുണ്ട് മക്കളെ? ഒരു 4 മൈക്രോഫാരഡ് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ദ എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റർ വിൽ ബി x/2 മൈക്രോ ജൂൾ, വേർ x = ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനർജി സ്റ്റോർഡ് ബൈ കപ്പാസിറ്റർ ആണ് വേണ്ടത്. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് ½ CV² കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ ഏത് സ്റ്റേറ്റിലാണ് മക്കളെ? സ്റ്റഡി സ്റ്റേറ്റിലാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ കപ്പാസിറ്റർ എന്തായിട്ട് കിടക്കും? കപ്പാസിറ്റർ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ കപ്പാസിറ്റർ എന്തായിട്ട് കിടക്കും മക്കളെ? ഓപ്പൺ ആയി കിടക്കും അല്ലേ? അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ കപ്പാസിറ്റർ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് വേണം. അപ്പോൾ എങ്ങനെ വോൾട്ടേജ് കണ്ടുപിടിക്കാം മക്കളെ? അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ പറയോക്കളെ, ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണെന്ന് എടുക്കാം? ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് I അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്ര പോയി എന്ന് എടുക്കാം? I1 പോയി എന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര പോയി മക്കളെ? I2. അപ്പോൾ ഇങ്ങോട്ടേക്കും എത്ര തന്നെയാണ് മക്കളെ? I2. അപ്പോൾ ഇങ്ങോട്ടേക്കും എത്ര തന്നെയാണ് മക്കളെ? I2 അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ ഒന്ന് വീണ്ടും എത്ര വരും? I വരും. അപ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? I വരും. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇത് എത്ര വരും മക്കളെ? ഇത് 3 സീരീസ് അല്ലേടാ. അപ്പോൾ 12 ഓം പാരലൽ വിത്ത് 4 ഓം ആണ്. അപ്പോൾ 12 ഓം പാരലൽ വിത്ത് 4 ഓം ആണ് അല്ലേ? അപ്പോൾ 12 ഓം പാരലൽ വിത്ത് 4 ഓം. അപ്പോൾ 12 × 4/12 + 4 എന്ന് വരും. അപ്പോൾ അവന്മാരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 3 ഓം എന്ന് പറയുന്നവർ. അപ്പോൾ അവന്മാരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ അവന്മാരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 3 ഓം. അവന്മാരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഓം ആണ് അല്ലേ? കാര്യം എന്താ? ഇത് 3ഉം 12 ഓം വരും. ഇത് എത്ര വരും മക്കളെ? 4 ഓം വരും. അപ്പോൾ 12 × 4 48/12 + 4 16. 48/16 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും അല്ലേ? അപ്പോൾ 48/16 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് വരും മക്കളെ? 48/16 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ആ 3ഉം 1ഉം എന്ത് വരും മക്കളെ? സീരീസ് വരും. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന മൊത്തം കറണ്ട് നോക്കുവാണെങ്കിൽ വോൾട്ടേജ് ബൈ R ഇക്വലന്റ് എന്ന് കൊടുത്താൽ മതി. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R ഇക്വലന്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്ന 9 ആണ് അല്ലേ? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്ന 9 ആണ്. ഇവന്മാരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 3 ആണ്. അത് 1ഉമായിട്ട് സീരീസ് ആണ്. അപ്പോൾ 3 + 1 എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ I എന്ന് പറയുന്ന 9/4 ആണ്. അപ്പോൾ 9/4 എന്ന് പറഞ്ഞാൽ 2.25 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ I എന്ന് പറയുന്നത് 2.25 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ I നോക്കുവാണെങ്കിൽ I എന്ന് പറയുന്നത് 2.25 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണ്. എന്നാ പറയോക്കളെ, ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര? I1 × 4. ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് I1 × 4. ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര മക്കളെ? I2 × 12. അത് രണ്ടും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. അപ്പോൾ I1 × 4 = എന്തെന്ന് പറയാം മക്കളെ? I2 × 12 എന്ന് പറയാം. അപ്പോൾ I1 × 4 = എന്തെന്ന് പറയാം? I2 × 12 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ I1 = എന്തെന്ന് പറയാം മക്കളെ? I1 = 3I2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ I2 = എന്തെന്ന് പറയാം? I2 = അല്ലെങ്കിൽ I1 = 3I2. അതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ അറിയാം? I1 + I2 അറിയാം അല്ലേ? നമുക്കറിയാം I1 + I2 ആണ് ആരെന്ന് പറയുന്നത്? I എന്ന് പറയുന്നത്. അപ്പോൾ I1 + I2 ആണ് I എന്ന് പറയുന്നത്. അപ്പോൾ I1 എത്ര? 3I2 ആണ്. സോ ദാറ്റ് ഈസ് 3I2 പ്ലസ് എന്തെന്ന് കിട്ടും? സോ ദാറ്റ് ഈസ് 3I2 + I2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു I എന്ന് പറയുന്നത് എത്ര? I എന്ന് പറയുന്നത് 2.25 ആണ് അല്ല? ഈ പോട്ട് 9/4 എന്ന് എഴുതിയാലും മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനെന്തെന്ന് എഴുതിയാലും മതി മക്കളെ? 9/4 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇത് 4I2 എന്ന് കിട്ടും. അപ്പോൾ I2 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? I2 എന്ന് പറയുന്നത് 9/16 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ I2 എന്ന് പറയുന്ന 9/16 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവന്മാരിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 9/16 ആംപിയർ ആണ് അല്ലേ? അപ്പോൾ ഇവനിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും എത്ര തന്നെയാണ് മക്കളെ? 9/16 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I × R അല്ലേ? അപ്പോൾ 9/16 × 4. അപ്പോൾ ഇത് എത്ര വോൾട്ട് വരും? 9/4 വോൾട്ട് വരും അല്ലേ? അതാണെങ്കിൽ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജും എത്ര വരും? ഈ റെസിസ്റ്ററിന് ക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര വരും? ആ റെസിസ്റ്ററിനെ ക്രോസ് ഉള്ള വോൾട്ടേജും 9/16 × 4 ആണ്. അപ്പോൾ 9/16 × 4 എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെ കിട്ടും മക്കളെ? 9/4 വോൾട്ട് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര വരും മക്കളെ? ഈ രണ്ട് പോയിന്റിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 9/4 വോൾട്ട് പ്ലസ് 9/4 വോൾട്ട്. സോ ദാറ്റ് ഈസ് 9/2 വോൾട്ട്. സോ ദാറ്റ് ഈസ് എ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ 9/2 വോൾട്ട് ആണ്. സോ സ്റ്റഡി സ്റ്റേറ്റിൽ വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ 9/2 വോൾട്ട് ആണ്.
അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ എത്ര മക്കളെ 9/2 വോൾട്ടാണ്. ഇനി എന്താ വേണ്ടത്? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് വേണ്ടത്. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ½ × C/V² എന്നാണ്. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ½ × C/V² എന്നാണ്. അപ്പോൾ ½ C എത്ര മക്കളെ? C എന്ന് പറയുന്നത് 4 മൈക്രോഫാരഡ് ആണ്. സോ ദാറ്റ് ഈസ് 4 × 10⁻⁻⁶. C എന്ന് പറയുന്ന 4 മൈക്രോഫാരഡ് ആണ്. സോ ദാറ്റ് ഈസ് 4 × 10⁻⁻⁶. വോൾട്ടേജ് എത്ര മക്കളെ? 9/2 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 81/4 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 4ഉം 4ഉം എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ 81/2 × 10⁻⁻⁶ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 81/2 മൈക്രോ ജൂൾ എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ 81/2 മൈക്രോ ജൂൾ എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 81/2 മൈക്രോ ജൂൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 81/2 മൈക്രോ ജൂൾ ആയിരിക്കും. മക്കളെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. വെൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് 1/3 ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ദ റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ടു കൈനറ്റിക് എനർജി ഈസ് x/. അപ്പോൾ എക്സ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് A/3 ആണ് അല്ലേ? വെൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് 1/3 ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് A/3 ആണ്. റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ടു കൈനറ്റിക് എനർജി. അപ്പോൾ ടോട്ടൽ എനർജി ബൈ കൈനറ്റിക് എനർജിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി ബൈ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ½ × K/A² എന്നാണ്, അല്ലെങ്കിൽ ½ × mω² × A² എന്നാണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ½ × K/A² - x² എന്നാണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? സോ ദാറ്റ്സ് ഈക്വൽ ടു A² ഡിവൈഡഡ് ബൈ A² മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ A/3 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A²/9 എന്ന് പറയുന്നവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാത്തിൽ നിന്ന് A² വെട്ടിപ്പോവും. അപ്പോൾ 1 - 1/9 എന്ന് പറയുന്നവരും. അപ്പോൾ 1 - 1/9 എന്ന് പറഞ്ഞാൽ 8/9 ആണ്. അപ്പോൾ ഇതങ്ങ് മുകളിൽ ചെല്ലും. സോ ദ ആൻസർ വിൽ ബി വാട്ട്? സോ ദ ആൻസർ വിൽ ബി 9:8 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എക്സിൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ എന്താ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിന്റെ 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് A/3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ K² ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ × K/A² - x². അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോൺ മൂവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ് ഇൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഹാവിംഗ് സർഫസ് ചാർജ് ഡെൻസിറ്റി +σ. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ആൻ ഇലക്ട്രോൺ ഈസ് മൂവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. ഹാവിംഗ് സർഫസ് ചാർജ് ഡെൻസിറ്റി +σ ആണ്. അപ്പോൾ ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഒപ്പം തന്നെ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചാർജസ് എന്ന് പറയുന്ന ഏത് ചാർജസ് ആണ് മക്കളെ? അവിടെയുള്ള ചാർജസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസ്. ദ ഇലക്ട്രോൺ അറ്റ് T=0 അറ്റ് എ ഡിസ്റ്റൻസ് 1 മീറ്റർ ഫ്രം എസ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുകൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ അറ്റ് T=0 ഇലക്ട്രോൺ ഇവിടെയാണ് ഇരിക്കുന്നത്. അറ്റ് T=0 ഇലക്ട്രോൺ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇലക്ട്രോൺ എത്ര സ്പീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ എത്ര സ്പീഡ് ഉണ്ട് മക്കളെ? T=0 ഇലക്ട്രോൺ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇങ്ങോട്ടല്ലേ നീങ്ങത്തുള്ളൂ. കാര്യം ഇത് പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിനെ പോസിറ്റീവ് ചാർജസ് അട്രാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ടേ നീങ്ങത്തുള്ളൂ. അപ്പോൾ T=0ക്ക് അവന് എത്ര വെലോസിറ്റി ഉണ്ട് മക്കളെ? അവന് വെലോസിറ്റി 1 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ അവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി 1 മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അത് ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. മാക്സിമം വാല്യൂ ഓഫ് സിഗ്മ ഇഫ് ഇലക്ട്രോൺ സ്ട്രൈക്ക് എസ് അറ്റ് T=1 സെക്കൻഡ്. അപ്പോൾ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇടിക്കും. 1 സെക്കൻഡിൽ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇടിക്കും. 1 സെക്കൻഡിൽ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇടിക്കും അല്ലേ? 1 സെക്കൻഡിൽ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇടിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡിൽ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇടിക്കും അല്ലേ? T=1 സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ആ സിഗ്മയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. ഫോർമുല എന്താ മക്കളെ? S = ut + ½ AT². മക്കളെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ സ്പീഡ് എങ്ങോട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ സ്പീഡ് എങ്ങോട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തിരിച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടൂ, ഇല്ലെങ്കിൽ ആൻസർ 0 ആയി. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ സ്പീഡ് റൈറ്റിലോട്ടാണെങ്കിലേ ഇവർ പറഞ്ഞ കണ്ടീഷനിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യലി ഇലക്ട്രോണിൻ്റെ സ്പീഡ് റൈറ്റിലോട്ടാണ്. പക്ഷേ ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് മക്കളെ?
ഇത് പോസിറ്റീവ് ചാർജസ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മക്കളെ? ലെഫ്റ്റിലോട്ടാണ്. സോ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? ഇ ഇൻറ്റു ഇ ആണ്. സോ ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് എം എന്ന് വല്ലതും കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവൻ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവൻ 1 സെക്കൻഡ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇടിക്കുന്നു അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യന് ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ സ്പീഡ് എങ്ങോട്ടെന്നൊന്ന് ഇനിഷ്യലി എങ്ങോട്ടാണ് സ്പീഡെന്നൊന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ പ്ലേറ്റ്. എന്നിട്ട് പ്ലേറ്റ് അതിനെ അട്രാക്ട് ചെയ്ത് അവൻ ഇവിടെ വന്ന് ഇടിക്കുന്നതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എസ് എത്ര വരും മക്കളെ? ഇനിഷ്യലി അവ അങ്ങോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ നമുക്ക് പ്ലസ് എന്ന് എടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ഇവിടെ ഒന്ന് ഇടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ 1 മീറ്റർ പുറകിലേക്ക് വരണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് -1. അവന് ഇനിഷ്യൽ സ്പീഡ് 1 ആണ്, അത് റൈറ്റിലോട്ട്. അപ്പോൾ അത് പ്ലസ് എന്ന് എടുക്കാം. 1 സെക്കൻഡ് കൊണ്ട് ഇടിക്കുമെന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയല്ലേ പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലേഷൻ എത്ര മക്കളെ? ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഇ. ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/2 എപ്സിലോൺ 0. ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/2 എപ്സിലോൺ 0. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസും കൂടെ കൊടുത്താലേ ആക്സിലേഷൻ ആവത്തുള്ളൂ. എടുത്ത ടൈം എന്ന് പറയുന്നത് 1² ആണ്. ഈ ആക്സിലേഷൻ ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് അവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കണം. ഈ ആക്സിലേഷൻ ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കണം മക്കളെ? ഒരു മൈനസ് സൈൻ കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ബാക്കിലോട്ട് -1, ആക്സിലേഷൻ നെഗറ്റീവ് ആണ്, യു എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? ഈ 1 ഇപ്പുറം വന്നാൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? -2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? -E∑/4 എപ്സിലോൺ 0 എം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനസും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ സിഗ്മയുടെ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 എപ്സിലോൺ 0 m/E എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 എപ്സിലോൺ 0 m/E എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ സിഗ്മ നോക്കുവാണെങ്കിൽ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 എപ്സിലോൺ 0 m/E എന്ന് പറയുന്നത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ടെസ്റ്റ് എക്സ്പെരിമെന്റ് എ മോഡൽ എയറോപ്ലെയിൻ ഇൻ വിൻഡ് ടണൽ ഫ്ലോസ് സ്പീഡ് ഓൺ ദ അപ്പർ ആൻഡ് ലോവർ സർഫസ് of the wings are 70 and 65. Wing area is 2 meters square. The lift of the wing is അപ്പോൾ ഡൈനാമിക് ലിഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറയല്ലേ, അപ്പോൾ ഡൈനാമിക് ലിഫ്റ്റിന്റെ ഫോർമുല അല്ലേ? ഡൈനാമിക് ലിഫ്റ്റിന്റെ ഫോർമുല നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡൈനാമിക് ലിഫ്റ്റിന്റെ ഫോർമുല, അതായത് എയറോപ്ലെയിൻ ഒരു ലിഫ്റ്റ് കിട്ടുന്നുണ്ട്, ആ ലിഫ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? P1 - P2 × A എന്നായിരുന്നു. ആ ഡൈനാമിക് ലിഫ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് P1 - P2 × A എന്നായിരുന്നു. ഇനി ബെർണോളിസ് സീറോ അനുസരിച്ച് എന്തെഴുതാം? P1 + ½ ρ V1² = ബെർണോളിസ് സീറോ അനുസരിച്ച് P1 + ½ ρ V1² = എന്തെന്ന് എഴുതാം പിള്ളേരെ? P2 + ½ ρ V2² എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ P1 - P2 എന്തെന്ന് എഴുതേണ്ടി വരും മക്കളെ? P1 - P2 ½ × ρ × V2² - V1² എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ P1 - P2 ½ × ρ × V2² - V1² എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ P1 - P2 ½ × ρ × V2² - V1² എന്തെന്ന് എഴുതേണ്ടി വരും? A എന്ന് വരും. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ഈക്വൽ ടു ½ × റോ എത്രയാണ്? റോ എന്ന് പറയുന്നത് 1.2 ആണ്. അപ്പോൾ റോയുടെ വാല്യൂ നോക്കുവാണെങ്കിൽ റോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ആണ്. V2 എന്ന് പറഞ്ഞാൽ കൂടിയ സ്പീഡ് എഴുതിയാൽ മതി. അപ്പോൾ അത് 70 ആണ്. അപ്പോൾ 70² മൈനസ് എത്രയാണെന്ന് കിട്ടും? 65² എന്ന് പറയുന്നത് കിട്ടും. ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ സെഷനിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ടഫായിട്ടുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.